കൊലോസ് ലേഖനത്തിലെ ഒരു ഭാഗം, കൊലോസ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ് ഇന്ന് പകലത്തെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി വായിക്കേണ്ടത്. ആരെങ്കിലും വായിച്ചു തരാമോ? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തെറിച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വായിച്ചോളൂ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഒരുമിച്ച് കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും അത്തരം തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമക്കളെല്ലാവരും ചേർന്നൊന്ന് സ്തോത്രം ചെയ്ത് ശബ്ദമുയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങളുടെ നടുവിലുണ്ടെന്ന് വാക്ക് പറഞ്ഞ നമ്മുടെ കർത്താവ്, തേജസ് ഉടുത്തവനായ നമ്മുടെ കർത്താവ്, ഇന്ന് ഈ പകൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അതനുഭവിക്കുന്ന ദൈവമക്കളെല്ലാവരും ചേർന്നൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ദയവായിട്ട് നിങ്ങൾ പറയുന്ന സ്തോത്രം നിങ്ങളെങ്കിലും കേൾക്കുന്ന രീതിയിൽ പറഞ്ഞാട്ടെ. നിങ്ങളുടെ സ്തോത്രം നിങ്ങളെങ്കിലും കേൾക്കുന്ന രീതിയിലൊന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ. കാരണം ആരാധന സഭയ്ക്കുള്ളതല്ല, ആരാധന പാസ്റ്റർക്കുള്ളതല്ല, പ്രസംഗകനുള്ളതല്ല, ആരാധന നമ്മുടെ കർത്താവിനുള്ളതാണ്. അധരം തുറക്കുക, ശബ്ദമുയർത്തുക, ആമേ, ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങുക. നമ്മുടെ കർത്താവ് ആരാധന കൊതിയനല്ല, നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മുടെ കർത്താവ് ആരാധന കൊതിയനല്ല, നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന ദൈവമക്കൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ഒന്ന് അന്യഭാഷയിൽ കർത്താവിനോട് സംസാരിക്കാൻ. ശരബബലബറബ ശരബധനറബ റബന്ധന റബൗഷിയം തൽക്കമാന ഘടകസ് റഥന റബൗഷ സിഖാരബന്ധന റബൗഷസിയ. ആവോളം ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒന്ന് അന്യഭാഷ പറഞ്ഞ് അടുത്തിരിക്കുന്നവരെ നോക്കേണ്ട, ഇടംവലം നിൽക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട. ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ആമേ. ഒരുപക്ഷെ യോഗത്തിൻ്റെ അവസാനത്തെ ദിവസമല്ല, യോഗത്തിൻ്റെ മധ്യത്തിലല്ല, ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ മറുപടി അയച്ച കർത്താവ്, കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, കർത്തൃദാസനെ, ഇന്ന് ഈ 1-ാമത്തെ ദിവസം യോഗമാശീർവാദം പറയുന്നതിന് മുമ്പ് പതിറ്റാണ്ടുകളായി തുരുമ്പടിച്ചു നിൽക്കുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ ആമേ പെരുമഴ പോലൊരു മറുപടി ദൈവം അയക്കാൻ ആർത്തിയോടെ യേശുവേ എന്ന് വിളിച്ചാട്ടെ, യേശുവേ എന്ന് വിളിച്ചാട്ടെ. ആമേ, ഇന്ന് മറുപടി. എന്തുകൊണ്ടോ എൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു. ഇതൊരു മറുപടിയുടെ പകലാണെന്ന് പറയുന്നു. ഹൗ അന്യഭാഷ വേണ്ടെന്നൊരു കൂട്ടർ പറയുമ്പോൾ, ആമെ ആരാധിക്കണ്ട എന്നൊരു കൂട്ടർ പറയുമ്പോൾ, ആമെ ആത്മാവുള്ള ദൈവമക്കൾക്ക് അറിയാം ഒരാത്മീകന്റെ ഉച്ഛ്വാസവായു ആരാധനയാണ്. സാത്താന്യ ലോകം ഭയക്കുന്നത് ആമെ ആത്മനിറവുള്ള ദൈവപൈതല്യാണ്. ആ ശക്തിയോടെ കമാൻ. ശരബലരബ ഹംദലരബ രഥനരബ ഹംദലരബ രഥനരബ ഉഷ സഠാരബം തലര ഗഡഗസിയാന ശരബ ഖതലരബ ധനരബ അംധനര ഗഡഗസ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വേറൊരാൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വേറൊരാൾക്ക് നമുക്ക് വേണ്ടി പാടാം. പക്ഷേ ആരാധന വേറെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ആരാധന വ്യക്തിപരമാണ്. ആമേ, എനിക്ക് വേണ്ടി വേറൊരാൾക്ക് ആരാധിക്കാൻ പറ്റില്ല, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് ആരാധിക്കാൻ പറ്റില്ല, മക്കൾക്ക് വേണ്ടി അമ്മയ്ക്ക് ആരാധിക്കാൻ പറ്റില്ല, പാസ്റ്റർക്ക് വേണ്ടി വിശ്വാസിക്ക് ആരാധിക്കാൻ പറ്റില്ല. ആമേ, ശക്തിയോടും ആരാധിച്ചു തുടങ്ങാൻ, ശക്തിയോടും ആരാധിച്ചു തുടങ്ങാൻ. കുഞ്ഞാടേ വാഴ്ത്തുക, യേശു ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, യേശു ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ.
എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കർത്തനീ കർത്തനീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും. ശബ്ദമുയർത്തി പാടുകയും സഭയുടെ പാട്ടിന്റെ ശബ്ദം കേൾക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു മാത്രം. ഓ ആരാധന, 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 ആരാധന. ഓ ആരാധന, ആരാധന. യേശുവിനാരാധന. നീതിമാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. ഉപവാസത്തോടെ ഭൗതിക ഭക്ഷണം വെടിഞ്ഞ് കർത്താവിൻ്റെ പൊന്നുമുഖം ദർശിക്കുന്ന ഈ വിലപ്പെട്ട ജനത്തിനായി, സഭയ്ക്കായി, ഞങ്ങളുടെ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഈ പകൽ അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരു ദൈവശബ്ദത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ തുരുത്തികൾ വെള്ളമില്ലാതെയായാലും ദൈവത്തിൻ്റെ ഉറവകൾ വറ്റത്തില്ലെന്ന് ഞങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കുകയാണ്. മാനുഷിക തുറക്കലുകളല്ല, ദൈവിക തുറക്കലുകൾ ഇന്ന് പകൽ ഇതിനകത്ത് നടക്കട്ടെ കർത്താവേ. വാഗ്ദത്തമുള്ള ജനത്തെ വരിഞ്ഞു മുറുക്കിക്കളയാൻ, നീരാളി ഇരയെ പിടിക്കുന്നത് പോലെ, ഒരു പെരുമ്പാമ്പ് ഇരയെ ചുറ്റുന്നത് പോലെ, ഒരു ചുവട്ടടി പോലും മുൻപോട്ട് വിടാതെ തലമുറകളെ ബന്ധിച്ച്, കുടുംബത്തെ ബന്ധിച്ച് ജയക്കൊടി പാറിക്കാൻ കാത്തു നിൽക്കുന്ന ദുരാത്മലോകത്തിന്റെ അടിവേര് ദൈവത്തിന്റെ ആത്മാവ് വെട്ടി ഈ ജനം ഇന്ന് പകൽ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. പൈശാചിക താഴുകൾ പൊട്ടിത്തെറിക്കട്ടെ, പൈശാചിക കരിമ്പൂട്ടുകൾ പൊട്ടിത്തെറിക്കട്ടെ, ആമേ, പൈശാചിക ലോക്കുകൾ അഴിയട്ടെ. ലോകത്തിൽ ഒരാൾക്കും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ മന്ത്രവാദിക്കും, ആഭിചാരകനും, അശുദ്ധനും, അന്ധകാര മണ്ഡലത്തിനും ആമേൻ അടയ്ക്കാതെ വണ്ണം തുറക്കാൻ. അപ്പ ഞങ്ങൾ ദൈവവചനത്തിന്റെ പ്രകാശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ക്രൂശിന്റെ മറവിലാക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ ഹല്ലേലൂയ. ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് എന്നെ ക്ഷണിച്ചതിന് വിലപ്പെട്ട ദൈവദാസന്മാരോട് വളരെ ആഴമായി നന്ദി പറയുന്നു. ഞാൻ ക്രിസ്തുവിൽ അമ്മയെ പിതൃതുല്യം ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ രാജു പോക്കാല പാസ്റ്റർ, സഹോദരതുല്യം ഞാൻ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജിബിൻ അവറുകൾ, മറ്റ് ഈ സഭയിൽ കർത്താവിനാൽ നിയമിക്കപ്പെട്ട എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും, പ്രിയ ബെന്നി പാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരെയും വിശേഷാൽ വന്ദനം ചൊല്ലുന്നു. എൻ്റെ പ്രിയ സഹോദരൻ കർത്താവിൻ്റെ ദാസൻ പോൾസിനെ ഓർക്കുന്നു. ഒരുമിച്ച് ആയിരിക്കുന്നതിൽ കർത്താവിൽ ഒത്തിരി സന്തോഷിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ മാന്യരായ ദൈവമക്കൾക്കും, കർത്താവിൻ്റെ ദാസന്മാർ പിതാക്കന്മാർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രത്യേക സ്നേഹവും ഹൃദയത്തിൽ നിന്ന് വന്ദനവും അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ സാധാരണ 21 ദിവസം ഉപവാസമൊക്കെ നടക്കുമ്പോൾ ഒരു രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആകണം ജനം ഒന്ന് ചൂടായി വരണമെങ്കിൽ. ആദ്യത്തെ ആഴ്ച ഹല്ലേലൂയ പറയണമെന്ന് ആലോചിക്കുന്ന ആഴ്ചയാണ്. രണ്ടാമത്തെ ആഴ്ച ഹല്ലേലൂയ പറയും. മൂന്നാമത്തെ ആഴ്ചയുടെ പ്രത്യേകത നമ്മളിനി ഒന്നും പറഞ്ഞില്ലേലും ഒരു ഹല്ലേലൂയ പറയും. അതുകൊണ്ട് ഇത് ഈ ഒന്നാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ
എന്നെ കൈവിട്ടാലും ഈ ദൂത് കൈവിടരുത്. എന്നോട് കൂടെ ചില മിനിറ്റുകൾ. നിങ്ങൾ വളരെ പ്രബുദ്ധരായ ദൈവമക്കളാണ്. പ്രത്യേകിച്ച് തിരുവല്ലയിലുള്ള പ്രയർ സെൻറ്റർ സഭയുടെ പ്രത്യേകത, ആമേൻ, ഇവിടുത്തെ മരത്തിൻ്റെ ഇല പിടിച്ച് കുലുക്കിയാൽ ഒരു 10,000 പ്രസംഗമായി ഇലയിൽ മുട്ടിയിരിപ്പുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പുതിയ ദൂതുകൾക്ക് വേണ്ടിയിട്ടല്ല, ദൈവം എന്ത് പറയുന്നു എന്നറിയാനാണ് ഇന്ന് പകൽ കാത്തിരിക്കേണ്ടത്. പ്രസംഗത്തിനും ശുശ്രൂഷയ്ക്കും തമ്മിലുള്ള വ്യത്യാസം, പ്രസംഗം എൻ്റെ ഉള്ളിലുള്ള ആശയത്തെ ഞാൻ ഡെലിവറി ചെയ്യുന്നതാണ് പ്രസംഗം എന്ന് പറയുന്നത്. ഞാൻ ചിന്തിച്ചുണ്ടാക്കിയ, ഞാൻ വിചാരിച്ചുണ്ടാക്കിയ, ഇത് പറഞ്ഞാൽ ഏക്കുമെന്ന് ഞാൻ ചിന്തിച്ച് കൈയടക്കം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പ്രസംഗം. എന്നാൽ ശുശ്രൂഷയുടെ പ്രത്യേകത, അത് മുറിവിൻ്റെ അകത്താണ് മരുന്ന് വീഴേണ്ടത്. കാലിൽ മുറിഞ്ഞവൻ്റെ തലയിൽ മരുന്നൊഴിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. തലയിൽ മുറിഞ്ഞവൻ്റെ കാലിൽ വെച്ച് കെട്ടിയതുകൊണ്ട് പ്രയോജനമില്ല. ഈ മുറിവ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പോസ്റ്ററിൽ കാണുന്ന ഒരു പാസ്റ്റർക്കും കഴിവില്ല. നിങ്ങളുടെ മുറിവുകളെ അറിയാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പോസ്റ്ററിലിരിക്കുന്ന തലകളെക്കാൾ നിങ്ങളോട് ഇടപെടാൻ കരുത്തനായ പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. കൊലോസ് ലേഖനം, ഞാൻ പൗലോസിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും ഈ വാലും തുമ്പുമില്ലാതെ ഈ ദൂത് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഒന്ന് പറഞ്ഞു വരാം. നിങ്ങൾ എന്നോട് കൂടെ വരണം. നല്ല ചൂടുണ്ട്. നല്ല ഇച്ചിരി ചൂടും ശകലം ഫാൻ്റെ കാറ്റും കൂടെ കിട്ടിയാൽ ഉറങ്ങാൻ പ്രത്യേകിച്ച് കൃപാവരത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. കൊലോസ് ലേഖനം, ആ ലേഖനത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ് കൊലോസിയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ വളരെ കരുത്തുള്ള ഈ ഇവിടെ ഒരു ഫാൻ ഇരുന്നുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നു എന്നൊരു സംശയം. ഇച്ചിരി പൗലോസിനെ കുറിച്ച് പൗലോസ് എഴുതിയ 14 ലേഖനങ്ങൾ, എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള 14 ലേഖനങ്ങൾ. ഞാൻ സാധാരണ പറയുന്നത്, ഒരു കൊപ്ര ചക്കിലിട്ട് ആട്ടി അതിൻ്റെ തെളിനീര് ഊറ്റുന്നത് പോലെ പൗലോസിൻ്റെ 14 ലേഖനങ്ങൾ ഒരു ചക്കിലിട്ട് ആട്ടിയാൽ ഇറങ്ങി വരുന്നത് 4 ദൂതുകളാണ്. പൗലോസ് ഒരു തലമുറയോട് പറയാൻ കൊതിച്ചതും ആഗ്രഹിച്ചതും 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ യേശുവിൻ്റെ മടങ്ങി വരവാണ്. ഉണ്ടോ? ഒരു ആമയും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. കർത്താവ് മടങ്ങി വരുമെന്ന് കേൾക്കുമ്പോൾ ആമയും പറയാത്ത സഭയൊക്കെ പിരിച്ചുവിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് വരെ മോർച്ചറിലോട്ട് ഒരു നേഴ്സ് മരുന്നും കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാര്യം രക്ഷപ്പെടുകയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ സ്ഥലത്തിന് മോർച്ചറി എന്ന് പേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനും സ്തോത്രം പറഞ്ഞില്ലേലും യേശു വരുമെന്ന് കേൾക്കുമ്പോൾ അത് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാസ്റ്റർ അല്ലെങ്കിലും ഒരു ആമയും പറഞ്ഞേക്കണം. കാര്യം കർത്താവ് മടങ്ങി വരും. പൗലോസ് ഒരു തലമുറയോട് പറഞ്ഞു, ഒന്നാമത്തെ ദൂത് യേശുവിൻ്റെ മടങ്ങി വരവാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് വാനമേഘങ്ങൾ കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം ഒരുമിച്ച് അവനോട് കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു വാക്യമുണ്ട്, അത് സാധാരണ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഈ വചനങ്ങളെ കൊണ്ട്, ഒച്ചത്തിൽ പറ, ഈ വചനങ്ങളെ കൊണ്ട്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒരു വിശ്വാസിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ഓടിച്ചെന്ന് മറ്റൊരു വിശ്വാസിയോട് പറയുകയാ, എനിക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോൾ, അന്നേരം ഒരു MLA-യുടെയോ ഒരു MP-യുടെയോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയോ ഒരു മേയറുടെയോ ഫോൺ നമ്പർ കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. പുസ്തകത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നിയാൽ അയാളെ ആശ്വസിപ്പിക്കാനുള്ള ഏക വചനം, പേടിക്കണ്ട, നമ്മുടെ കർത്താവ് വരാൻ പോകയാ. ഓ, എത്ര പേര് ഹല്ലേലൂയ പറയുന്നുണ്ട്. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്നാ? യേശുവിൻ്റെ മടങ്ങി വരവ് വരെ ഇവിടെ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. ആയാറിൽ കാഹളം ധ്വനിച്ച് രൂപാന്തരപ്പെട്ട് പുതുമഴ കീയൽ പറക്കുന്നത് പോലെ തേജസ്വരൂപികളായി ഈ മണ്ണിനോട് മടക്കയാത്ര പറഞ്ഞ് സഭ പറന്ന് ആയാറിൽ കയറുന്ന അന്ന് വരെ സഭയ്ക്ക് ഇവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒറിജിനൽ ദൈവഭക്തന്റെ ആശ്വാസം എന്ന് പറയുന്നത്, എന്റെ യേശു മടങ്ങി വരാൻ പോകുകയാ. ആ കാലമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സങ്കടത്തോടെ, ഇതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലായിരിക്കും, ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ചർച്ചയിൽ ചെന്നിച്ച് 40 മിനിറ്റ് ഞാൻ യേശുവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചു. എൻ്റെ കാറിച്ചല്ലേ, ഞാൻ ആവോളം ഒച്ചയെടുത്ത് ബഹളം വെച്ചു. യേശു മടങ്ങി 40 മിനിറ്റ് ഞാൻ കിടന്ന് കാറിയിട്ട് ആകെ 4 പേരാ ഗ്ലോറി പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് എൻ്റെ ദൂത് തിരിച്ചു. തലമുറകളെ ദൈവം തൊടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു 47 പേര് നിന്ന് കറങ്ങുന്ന ഞാൻ കണ്ടു. ഇങ്ങനെ ഹല്ലേലൂയ. എനിക്ക് വല്ലാത്ത പുച്ഛവും, എനിക്ക് വല്ലാത്ത, തലമുറകൾക്ക് വിടുതൽ വേണ്ടെന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. എവിടെയാണ് നമ്മുടെ മനസ്സ് ഉടക്കി കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കുക. ഹല്ലേലൂയ. ഒരുതരം സ്പിരിച്വാലിറ്റി അബോട്ട് ചെയ്ത് പോയതുപോലെയാണ് ആളുകളുടെ പ്രതികരണങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. നിങ്ങൾ ഇത്രയും പേര് സ്തോത്രം പറഞ്ഞല്ലോ, നന്ദി. ഒന്ന്,
യേശുവിന്റെ മടങ്ങി വരവ്, യേശു കർത്താവിന്റെ മടങ്ങി വരവ്. പൗലോസ് എഴുതിയ രണ്ടാമത്തെ വിഷയം യേശുവിന്റെ ക്രൂശാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരെ. ഇത് പറയുന്നത് ആരാണെന്നറിയാമോ? ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനായി, തർക്കശാസ്ത്രിയായി, ഒരു കപ്പലുടമയുടെ മകനായി, ഓക്സ്ഫോർഡിനേക്കാൾ കേംബ്രിഡ്ജിനേക്കാൾ ഹൈലി ഫ്ലെയിം ആൻഡ് വോൾട്ടേജ് ഒരു ഭയങ്കര പഠനമുള്ള ന്യായപ്രമാണത്തിൽ ആഴമായ അപഗ്രഥനമുള്ള ഒരു മനുഷ്യൻ പറയുകയാ, ശ്രദ്ധിക്കുന്നുണ്ടോ, എൻ്റെ പ്രശംസ യേശുവിൻ്റെ ക്രൂശിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ രണ്ട് പദങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം എടുക്കണ്ട യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അപ്പോൾ ഏകജാതനായ പുത്രൻ. റോമാലേഖനം 8-ാം അധ്യായം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അവിടെ ഒരു പദമുണ്ട്, ആദ്യജാതൻ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ. യോഹന്നാൻ വിളിച്ചത് ഏകജാതൻ, പൗലോസ് വിളിച്ചത് ആദ്യജാതൻ. നിങ്ങൾ മിണ്ടുന്നില്ല, ഒന്നുകൂടെ പറയാം. യോഹന്നാൻ വിളിച്ചത് ഏകജാതൻ, പൗലോസ് വിളിച്ചത് ആദ്യജാതൻ. എന്താ ഏകജാതനും ആദ്യജാതനും തമ്മിലുള്ള വ്യത്യാസം? ഏകജാതൻ ഒറ്റമോൻ, ആദ്യജാതൻ മൂത്തമോൻ. ഒന്നുകൂടെ പറയാം, ഏകജാതൻ ഒറ്റമോൻ, ആദ്യജാതൻ മൂത്തമോൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ ഏകജാതനാണ്. റോമാലേഖനത്തിൽ അവൻ ഏകജാതനല്ല, അവൻ ആദ്യജാതനാണ്. എന്താ കാരണം? അവൻ അനുജന്മാരുണ്ടായി. ആരാണ് ആ രക്തത്തിൽ ജനിച്ചത്? ഒരാൾ ഞാനാണ്. തിരുവല്ലായിൽ വാഴുന്ന ഏത് പാതാളത്തിന്റെ കുടിയിരിപ്പുകൾ നിന്റെ കുടുംബങ്ങളിൽ ക്ലാവ് പിടിച്ചോ തുരുമ്പടിച്ചോ വാഴുന്ന ഇന്നലകളുടെ ദുരാത്മമണ്ഡലങ്ങൾ, അപ്പച്ചന്മാരെ കൊന്നും മുടിച്ചും നിന്റെ നന്മകൾ വെട്ടിവിഴുങ്ങിയും നിന്റെ കുടുംബത്തിൽ വാഴുന്ന ചോരക്കകത്ത് കയറിക്കിടക്കുന്ന ഇന്നലകളുടെ പോരാട്ടങ്ങൾ അഴിക്കാൻ കാൽവരിക്ക് കഴിയുമോ? ആ കരമം അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാരമ്പര്യമായി വാഴുന്നത് ഷറബ ഖതല റബതന ലബതന. എനിക്കറിയില്ല, ഇന്ന് പകൽ എന്നോട് ദൈവം പറയുന്നു, എത്ര പാടിയിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും നിന്റെ വീടിനകത്ത് അഴിയാറെ കാലിൽ ചുറ്റിയ പാമ്പിനെ പോലെ കിടക്കുന്ന ചോരക്കകത്ത് കയറി കിടക്കുന്ന ചില ഗതികേടുകളെ ഇന്ന് പകൽ ഒന്നാമത്തെ രണ്ടാമത്തെ പകൽ ദൈവശക്തി ഹോളിനെ മൂടുകയാ. ഞാൻ വളരെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് എന്നെ വിധിക്കണമെങ്കിൽ വേണേ വിധിക്കാം, അല്ലെങ്കിൽ കേൾക്കണമെങ്കിൽ വേണേ കേൾക്കാം. ഇനി കർത്താവിനെ പോലും വിധിച്ച ആളുകൾ ലോകത്തിലുണ്ടല്ലോ. ഞാൻ ഏകദേശം 40 വർഷമാകുന്നു എൻ്റെ അപ്പൻ യേശുവിനെ കണ്ടുമുട്ടിയിട്ട്. ഞാൻ ഈ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 28, 29, 30 വർഷത്തോട് അടുക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ക്രൂശിൻ്റെ അപ്പുറത്ത്, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കേൾക്കുന്നുണ്ടോ? യേശുവിൻ്റെ ക്രൂശിൻ്റെ അപ്പുറത്ത് വേറൊരു പരിഹാരം ഇല്ല. ഇച്ചിരൂടെ പേർക്ക് ഹല്ലേലൂയ പറയാമായിരുന്നു. ക്രൂശിൻ്റെ അപ്പുറത്ത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന വാക്ക് അബദ്ധത്തിൽ വെപ്രാളം കയറി പറഞ്ഞതല്ല, ഫിനിഷ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. ടെറ്റലസ്റ്റായി എന്ന വാക്ക് പ്രസംഗിച്ച് വഷളാക്കിയത് കൊണ്ട് ആ വാക്ക് അത്രയും വല്ലാതെയായി കിടക്കുന്നത്. അതിൻ്റെ ക്രൂശിൻ്റെ അപ്പുറത്ത് വേറൊരു പരിഹാരമില്ല. ക്രൂശാണ് പരിഹാരം. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ റേഷൻ കടയിൽ അരി കിടന്നതുകൊണ്ട് വീട്ടിലിരുന്നവരുടെ വിശപ്പ് മാറിയതായിട്ട് ഞാനൊരിടത്തും വായിച്ചിട്ടില്ല. നിനക്ക് കാർഡുണ്ട്, റേഷൻ കടയിൽ അരിയുണ്ട്, നിങ്ങൾക്ക് 25 യൂണിറ്റ് അരിയുണ്ട്, മാവേലി സ്റ്റോറിൽ അരിയുണ്ട്, റേഷൻ കടയിൽ ചാക്കിനകത്ത് അരി ഇരുന്നത് കൊണ്ട് എനിക്ക് വിശക്കുന്നില്ലെന്ന് പറയുന്ന അപ്പം ക്രൂശ് ഒരു പരിഹാരമായി നിൽക്കുമ്പോൾ അതിനകത്ത് കയറി ആ ഡെലിവറൻസുകൾ സ്വീകരിക്കുന്നവനാണ് വിടുതലുകൾ ഉണ്ടാകുന്നത്. ചെല്ലു പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഞാൻ 30 വർഷമായിട്ട് കർത്താവിനെ ആരാധിക്കുന്നു, പക്ഷെ 30 പ്രാവശ്യം പോലും മര്യാദയ്ക്ക് കൈയടിച്ചിട്ടില്ല. ദേഷ്യം വരുന്നുണ്ട്, എനിക്കറിയാം. അയ്യോ,
നന്നായിട്ടൊന്ന് ദൈവത്തെ സ്തുതിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ദൈവദാസന്മാർ ഇവിടെ പോണല്ലോ, പൗലൂസിൻ്റെ കയ്യെ പാമ്പ് ചുറ്റിയെന്നും പൗലൂസിൻ്റെ കയ്യിൽ നിന്ന് പാമ്പ് തന്നെ അഴിഞ്ഞു പോയെന്നും ഞാൻ വായിച്ചിട്ടില്ല. പാമ്പ് ഒരിക്കലും ആരുടെയും കയ്യെന്ന്, അതിന് IPC ആണെങ്കിലും ചർച്ചകോടാണെങ്കിലും ഷാരോൺ ആണെങ്കിലും ന്യൂ ഇന്ത്യ ആണെങ്കിലും ഈവനിങ് ലൈറ്റ് ആണെങ്കിലും മോർണിംഗ് സ്റ്റാർ ആണെങ്കിലും അതൊക്കെ സഭകളുടെ പേരാ. ഒരിടത്തുനിന്നും പാമ്പ് തന്നെ അഴിഞ്ഞു പോവുകയല്ല. പാമ്പ് കൈയൊന്ന് പോണോ കൊടയുന്ന പൗലൂസുമാർ എഴുന്നേക്കണം. Come on. എനിക്കറിയില്ല, ഇന്ന് പകൽ ഇതൊരു സാധാരണ പകലല്ല. ഈസ് ദ ടൈം ഓഫ് ഗാഡ്. ആമേൻ. നാളുകളായി നിന്റെ കുടുംബത്തിൽ കേറി ചുറ്റിയതിനെ ആഴമായി അഴിക്കാൻ, അഴിയട്ടെ, അഴിയട്ടെ, കൊടയാൻ, ചിലതിനെ കൊടയാൻ. ഞാൻ മുൻപോട്ട് വരാം. നമുക്ക് ഏറ്റവും ആഴമായി നമ്മുടെ ഹൃദയത്തിൽ ഉടക്കി കിടക്കുന്ന നമ്മുടെ പിതാക്കന്മാരിൽ ഒരാളാണ് അബ്രഹാമിൻ്റെ ചരിത്രം. ഈ അബ്രഹാം മെസ്സപ്പൊട്ടോമിയൻ വ്യാപാരത്തിൻ്റെ അകത്തുനിന്ന് ഈ നമ്മുടെ സൗണ്ടിൻ്റെ മക്കൾ എവിടെയായിരിക്കുന്നത്? മോൻ എവിടെയായിരിക്കുന്നത്? ആ മക്കളെ ഇല്ല, യോഗ കഴിഞ്ഞ് നിന്നെ ഞാൻ കാണും. ഓക്കെ. അബ്രഹാം മെസ്സപ്പൊട്ടോമിയയിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നു. യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്താണ് ഈ മനുഷ്യൻ ഇറങ്ങിയത്. പക്ഷേ ലോക ചരിത്രത്തിൽ ഏത് രേഖകൾ നിങ്ങൾ എടുത്തോ, അവിടെ ഒന്നും അബ്രഹാം യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്തത് എങ്ങനെയാണെന്ന് എഴുതിയിട്ടില്ല. ക്രോസ് ചെയ്തെന്ന് എഴുതിയിട്ടുള്ളൂ. ആരാധിക്കാൻ ഇറങ്ങിയത് അങ്ങനെയാ. പിണ്ടിച്ചങ്ങാടത്തെ കയറി അക്കരെ ഇറങ്ങിയോ, അതോ മുളങ്കമ്പെ കുത്തിച്ചാടിയോ, അതോ നീ വേറെ എന്തെങ്കിലും മാർഗം ഉപയോഗിച്ചോ, ഇതൊന്നും പുസ്തകത്തിലും ചരിത്രത്തിലും രേഖയില്ല. ആ മനുഷ്യൻ യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ കൊച്ചുമക്കളെ കുറിച്ച് ഒരു സാധനം എഴുതിയിട്ടുണ്ട്. അവര് ചെങ്കടൽ കടന്നത് എങ്ങനെയാണെന്ന്. ഞാനൊരു ദൂത് പറയാം. ദൈവത്തിന് വേണ്ടി നദി കടക്കാൻ അപ്പൻ തയ്യാറായാൽ തലമുറയ്ക്ക് വേണ്ടി കടൽ വറ്റിക്കാൻ ദൈവം തയ്യാറാ. ഇങ്ങനെയൊന്നും ആരാധിച്ച പോരപ്പാ. ഇന്ന് പകൽ കരയുന്ന മാതാവേ, കഴിഞ്ഞ 30 വർഷമായി 20 വർഷമായി നീ ഒഴുക്കുന്ന കണ്ണുനീര് നിന്റെ തലമുറയ്ക്ക് ഉണങ്ങിയ വഴിയായി വെളിപ്പെട്ട് വരാൻ പോകുകയാ. Come on somebody. കൈയൊന്ന് അടിച്ചൊന്ന് വായി തുറന്ന്, അയ്യോ ഈ യോഗം വെറുതെ നടക്കുന്നതല്ല. ഈ യോഗം ഒരു വിടുതലിന്റെ ആഘോഷമായി ഫറവോന് തൊടാൻ പറ്റാതെ ചില തലമുറകൾ ചെങ്കടൽ ക്രോസ് ചെയ്യും. ഞാൻ അസാധാരണമായ ഒരു ദൈവമഹത്വം ഈ ഹോളിനകത്ത് അനുഭവിക്കുകയാണ്. സ്വർഗീയ മേഘങ്ങൾ ഈ ഹോളിനകത്ത് ഇറങ്ങി നിന്ന് നാളെയല്ല ഇന്ന് ഈ യോഗ ആശീർവാദം പറയുന്നതിന് മുൻപ് ചില വഴികൾ ദൈവാത്മാവ് തുറക്കുന്നു. നിങ്ങൾ അബ്രഹാമിന്റെ ചരിത്രം വായിച്ചാൽ അറിയാം. ആ മനുഷ്യൻ ദൈവത്തിന് ഇപ്പോ ഒക്കെ ഒരാൾ പ്രാർത്ഥിക്കാൻ പോകുന്നൊന്നും ഒരു വലിയ എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. മോദി സാറിന് പറയാം, പിണറായി സാറിന് പറയാം, പെന്തിക്കോസ് എന്ന് പറഞ്ഞൊരു വർഗം ഉണ്ടെന്ന്. അവർ അന്യഭാഷ പറയുമെന്നും. പണ്ട് കുറേ കൊതുകിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ സന്ധ്യയായപ്പോൾ ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങപ്പോൾ അപ്പം കൊതുക് ചോദിച്ചു, എവിടെ പോവാടാ? അന്നേരം പറഞ്ഞു, ഇവിടെ അടുത്തൊരു പെന്തിക്കോസ് പ്രാർത്ഥന നടക്കുന്നുണ്ട്, അവിടെ പോകാൻ ഇഷ്ടം പോലെ ചോര കിട്ടുമെന്ന് പറഞ്ഞു. അന്നേരം അപ്പം പറഞ്ഞു, പെന്തിക്കോസുകാരുടെ യോധനാണെ പോകണ്ട, അവർ ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുത്താൻ ബാലൻസ് കിട്ടുകയില്ലെന്ന് പറഞ്ഞു. അന്നേരം പിള്ളേർ പോത് പറഞ്ഞു, അതൊക്കെ പണ്ടത്തെ പെന്തിക്കോസാ, ഇന്നത്തെ ഉണക്കകൾ ഇരുന്ന് തരുമെന്ന് പറഞ്ഞു കുത്താൻ. ശകലെങ്കിലും നാണമുള്ളവർ ഇന്ന് ആരാധിച്ചിട്ടേ പോകുള്ളൂ. ഇതൊന്നും എനിക്ക് ഒരു നേട്ടത്തിനും പറയുന്നില്ല. ഒരാളും കൂടെ ആരാധിച്ച് കിട്ടിയ അവര് രക്ഷപ്പെട്ടില്ലേ? ഒന്ന് ദൈവത്തെ, സഭയുടെ ഉദ്ഘാടനം തന്നെ എന്റെ പുസ്തകം എഴുതിയത് പത്രോസിന്റെ പ്രസംഗത്തിന്റെ പോയിന്റ് കേട്ട് ജനം കൂടിയെന്നല്ല, മുഴക്കം ഉണ്ടായപ്പോ ജനം കൂടിയെന്ന. മുമ്പേ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പറഞ്ഞില്ലേ, 1000 കുടുംബങ്ങൾ ഇങ്ങോട്ട്, 1000 സുവിശേഷകന്മാർ പുറത്തോട്ട്. അത് നടക്കണമെങ്കിൽ പ്രയർ സെന്ററിൽ ആരാധനയുടെ മുഴക്കം ഉണ്ടാകണം. ഒന്ന് ശക്തിയോടെ മനസ്സ് തുറന്ന് അന്യഭാഷ പറഞ്ഞ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു മുൻപോട്ട് പോകാം.
അബ്രഹാം ഇറങ്ങി തിരിച്ചു. എനിക്ക് തോന്നുന്നു അബ്രഹാം സ്വജനം, പിതൃഭവനം, ചാർച്ചക്കാര്, താൻ കേട്ട ദൈവശബ്ദം, ഇതിൻ്റെയൊക്കെ പുറകെ ഐ കാൻഡ് എക്സ്പ്ലെയിൻ, എനിക്ക് ഇന്നും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അബ്രഹാം ഇറങ്ങിയതിൻ്റെ ആഴവും അതിൻ്റെ ഗൗരവവും അതിൻ്റെ പരപ്പും. ഐ ഡോണ്ട് നോ, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നെ ഒരു മനുഷ്യനാ അദ്ദേഹം. അങ്ങ് ഇറങ്ങിത്തിരിക്കുക. ഈ ഇറങ്ങിത്തിരിച്ച മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഫേവർ വലുതല്ലേ? ഒന്ന് മിണ്ടപ്പാ, ഒന്ന് മിണ്ട്. ദൈവത്തിൻ്റെ ഫേവർ വലുതല്ലേ? പക്ഷേ ഞാൻ ആ കുടുംബത്തിന്റെ ചരിത്രവും എടുക്കാം. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് വിട്ടേക്കാം. ഉൽപ്പത്തി 16 എടുക്കരുത്, കുനിയണ്ട, നിവർന്നോ. ആമേ. ഉൽപ്പത്തി 16, ഉൽപ്പത്തി 25, ഉൽപ്പത്തി 30. ഉൽപ്പത്തി 16 സാറ മച്ചിയായിരുന്നു. ഉൽപ്പത്തി 25 റിബേക്ക മച്ചിയായിരുന്നു. ഉൽപ്പത്തി 30 റാഹേലും മച്ചിയായിരുന്നു. അമ്മച്ചിയായിരുന്നു എന്നല്ല, മച്ചി, നൺ പ്രൊഡക്ടിവിറ്റി. നിങ്ങൾ നോക്കണം, ഇതൊരു സാധാരണ കുടുംബമല്ല. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു കുടുംബത്തിലെ 3 ജനറേഷനിൽ ഗർഭപാത്രം പിശാച് ബ്ലോക്ക് ചെയ്തു. ഹല്ലേലൂയ. ഇയാള് പെന്തിക്കോസി വന്ന അന്നാരെ പിശാച് പണി നിർത്തി പോയെന്ന് ആരും വിചാരിക്കണ്ട. 1000 താഴും കൊണ്ട് പിശാച് പൂട്ടാൻ നടക്കുകയാ. എന്നാൽ ഉപവാസത്തിന്റെ 2ാമത്തെ പകൽ ആമെ പൂട്ടാൻ ഒരു പിശാചുണ്ടോ? തുറക്കാൻ. ദാവീദിന്റെ താക്കോൽ, ദാവീദിന്റെ താക്കോൽ. Come on, ആർത്തു വിളിച്ചാരാധിക്ക്. ദാവീദിന്റെ താക്കോൽ കൈവശം ഉള്ളവൻ. എനിക്കറിയില്ല പാസ്റ്റർമാരെ, ഇന്ന് പകൽ അടക്കപ്പെട്ട ചില കുഞ്ഞുങ്ങളുടെ ഭാവി, ചില കല്യാണങ്ങൾ തുറക്കുകയാണ്, ചില എഡ്യൂക്കേഷൻ തുറക്കുകയാണ്. ഈ ദൂത് വെറുതെയല്ല, ഞാൻ ആത്മാവിൽ കണ്ടോണ്ട് പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കൂട്ടമായ ചില തുറക്കലുകൾ. ഓ അമ്മേ, അടയ്ക്കാൻ ഒരു പിശാചുണ്ടോ? തുറക്കാൻ ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. അമ്മേ, കൈ ഉയർത്തി എന്നോട് കൂടെ പറഞ്ഞാട്ടെ, അടയ്ക്കാൻ ഒരു പിശാചുണ്ടോ? തുറക്കാൻ ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. ഒന്നുകൂടെ, അടയ്ക്കാൻ ഒരു പിശാചുണ്ടോ? തുറക്കാൻ ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. വിശദീകരിക്കത്തില്ല. എൻ്റെ വിഷയം അബ്രഹാം അല്ലല്ലോ. സാറായുടെ ഗർഭം തുറന്നു, എങ്ങനെ? വാഗ്ദത്ത നിമിത്തം. റിബേക്കയുടെ ഗർഭം തുറന്നു, എങ്ങനെ? പ്രാർത്ഥന നിമിത്തം. റാഹേലിന്റെ ഗർഭം തുറന്നു, എങ്ങനെ? വാഗ്ദത്തം കൊണ്ടുമല്ല, പ്രാർത്ഥന കൊണ്ടുമല്ല. അവളുടെ നിന്ന ദൈവം കണ്ടു, ഗർഭം ദൈവം തുറന്നു. ഈ 3 കൂട്ടരിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വാഗ്ദത്തം ഉള്ളവരുണ്ടോ? ഇന്ന് തുറക്കും. പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഇപ്പൊ തുറക്കും. നിന്ദിക്കപ്പെടുന്നവരുണ്ടോ? യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാമോ? യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാമോ? ആമേ, ഇത് തുറക്കുന്ന ആമേ ദാവീദിന്റെ താക്കോൽ. ഞാൻ ചോദിക്കുന്നത്, ഇറങ്ങിത്തിരിച്ച വീട്ടിൽ 3 ജനറേഷനിൽ പ്രോബ്ലം ഉണ്ടായില്ലേ? അതോ ഇറങ്ങിയത് കൊണ്ട് പ്രോബ്ലം എല്ലാം പെൻഷൻ പറ്റിയോ? ഹലോ, ആമേൻ. ഇനിയും കേൾക്കണോ? അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം, ഇസാക്കിന്റെ കാലത്ത് ക്ഷാമം, യാക്കോബിന്റെ കാലത്ത് ക്ഷാമം. ഇറങ്ങിയതുകൊണ്ട് പ്രോബ്ലം തീർന്നോ? ഇല്ല, പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിന് ഞാനൊരു മറുകൃതി പറയാം. ഒരു കുടുംബത്തിൽ തലമുറകളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ താലോലിക്കുന്നവരുണ്ട്. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഷുഗർ ബൗണ്ടറിയിൽ, അങ്ങനെയല്ലേ, അങ്ങനെ ഒരു വാക്കാണ് ഡോക്ടർ പറയുന്നത്. ഷുഗർ ആ ബൗണ്ടറിയിലാണ്, ബോർഡർ, ആ വാക്കാ കിട്ടാഞ്ഞ്. എന്നിട്ട് അവരെന്നെ അത് സമ്മതിപ്പിക്കുക വെറുതെ. ബോർഡറിലാണ്. അടുത്ത വാക്ക് എന്നാണെന്നറിയോ? അമ്മയ്ക്ക് ഏത് പ്രായത്തിലാണ് ഷുഗർ വന്ന്? അമ്മയ്ക്ക് 40. നിങ്ങൾക്ക് എത്രയായി? 39. ഗുളിക മേടിച്ചു വെച്ചോളാം. നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നോട് കൂടെ വന്നേ. അമ്മയ്ക്ക് എപ്പോഴാണ് ഷുഗർ വന്നത്? 40. നിങ്ങൾക്ക് എത്ര വയസ്സായി? 39. ഗുളിക മേടിച്ചു വെച്ചോ. അല്ലാണ്ട് ആ വലിയ ഗുളിയുണ്ട്, ചക്കക്കുരു പോലത്തെ, മേടിച്ചു വെച്ചോ. എന്നിട്ട് അത് വിഴുങ്ങാനുള്ള ഒരു ചെരുവം വെള്ളം കൂടെ എടുത്ത് വെക്കുക. ഞാൻ ഇതിനൊന്നും എതിരല്ല പ്രിയപ്പെട്ടവരെ, കഴിക്കോ കഴിക്കാതിരിക്കോ ഒക്കെ ചെയ്തോ. പക്ഷെ എൻ്റെ ചോദ്യം, ഇങ്ങനെ നിങ്ങൾ താലോലിച്ചു കൊണ്ട് നടക്കുന്ന ചില സാധനങ്ങളില്ലേ? അമ്മ, എൻ്റെ വല്യപ്പൻ ഇന്നതായിരുന്നു, എൻ്റെ അപ്പൻ ഇന്നതായിരുന്നു, എനിക്ക് ഇന്നത് വരും എന്ന് പറഞ്ഞ് നിങ്ങൾ റൂട്ട് ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിരിക്കുന്ന ചില സാധനങ്ങളില്ലേ? ഇന്ന് നിങ്ങൾ പറ ആമേൻ, ഈ 3 തലമുറകളായി നടക്കുന്ന ക്ഷാമം ഒരു കുടുംബത്തെ വിഴുങ്ങിയപ്പോ അത് പൊളിക്കാൻ ഒരു യോസേഫിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. 3 ജനറേഷൻ ആഹാരം കഴിക്കാനില്ലാതെ അബ്രഹാം ഓടി, ഇസഹാക്ക് ഓടി, യാക്കോബ് ഓടി. എന്നാൽ യോസേഫ് വന്നപ്പോ ആമേ ആഹാരം കഴിക്കാനില്ലാതെ അവൻ ഓടുകയല്ല, അവനൊരു രാജ്യത്തിന് ആഹാരം കൊടുക്കുകയാ. ഓ, എനിക്കറിയില്ല, ഉപവാസത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്. ഒരു വീടിന് ആഹാരം കഴിക്കാനില്ലാത്തവർ രാജ്യത്തിന് ആഹാരം കൊടുക്കുന്നവരായി മാറാൻ പോകുകയാണ്. കാരണം വെളിപ്പാടുള്ള യോസേഫുമാർ എഴുന്നേറ്റാൽ കാലചക്രം മാറി വരാൻ പോകുകയാണ്. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച്
ഓ, ചിലരുടെ അന്തരീക്ഷം മാറാൻ പോകുകയാണ്. ആമേ. ദൈവാത്മാ പറയുന്നു, ഇനി നീ ഓടണ്ട. നിന്റെ കുടുംബത്തെ പട്ടണത്തിൽ ഓടിച്ചു കളയാൻ, നിന്റെ വെളിപ്പാടിനെ അടച്ചുപൂട്ടിക്കളയാൻ, ഒന്നുമില്ലാത്തവനാക്കി കുരുക്കി കുടുക്കി മുച്ചോട് മുടി ചുമ്മം കുരിപ്പിച്ച് അടങ്ങ കലിയും ഒടുങ്ങ പകയുമുള്ള ദുരാത്മമണ്ഡലങ്ങൾ നിനക്കെതിരെ കലിതുള്ളി നിൽക്കുമ്പോൾ ആമേ പുതിയ അധ്യായങ്ങൾ ആമേ യോസഫുമാർ ഇവിടെ തുറക്കുകയാ. നല്ലപോലെ ആരാധിച്ചേ. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വീടുകളുടെ ചില പ്രോപ്പർട്ടികളിലേക്ക് ദൂതന്മാർ ചാടിയിറങ്ങുകയാ. പണ്ട് അങ്ങ് അബട്ടാബാദിൽ ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ അമേരിക്കൻ പട്ടാളം തൂങ്ങി ഇറങ്ങിയതുപോലെ ഏഞ്ചൽസ് ചില മണ്ണുകളിലേക്ക് ഇറങ്ങുകയാ. പാരമ്പര്യമായി കിടക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ അടിവേരോടെ പറിക്കാൻ. ഉറക്കെ ആമേ അഴിയട്ടെ. പരിശുദ്ധമായി ചേർന്ന് ചെയ്യട്ടെ. Is the time of Holy Spirit. Is the time of deliverance. രാമസേറ്റല മസിയ ആമേ എഴുന്നേൽക്കട്ടെ. ഓടുന്ന അബ്രഹാം അല്ല, ആഹാരം കൊടുക്കുന്ന. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. യാക്കോബ് വീട് വിട്ട് ഓടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്നാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. നിങ്ങൾക്ക് ആ ഭാഗം വായിച്ചാലറിയാം. സൂര്യൻ അസ്തമിച്ചിട്ട് ഒന്നും ചെയ്യാൻ യാക്കോബിന് പറ്റിയില്ല. യാക്കോബ് അവിടെ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തു, ഇവിടെ കിടന്നുറങ്ങുക അല്ല. തന്നെ അസ്തമിച്ച സൂര്യൻ്റെ മുമ്പിൽ ഉറങ്ങാൻ തീരുമാനിക്കുന്ന യാക്കോബ്. എന്നാൽ യാക്കോബിനൊരു കൊച്ചുമോനുണ്ടായി, പേര് യോശുവ. സൂര്യൻ അസ്തമിക്കാൻ പോയപ്പോൾ തലവണ എടുക്കാനല്ല ഈ മനുഷ്യൻ പോയത്. സൂര്യനോട് പറഞ്ഞ, എൻ്റെ അപ്പൻ്റെ കാലത്ത് നീ അസ്തമിച്ചിട്ട് എൻ്റെ അപ്പനെ കാട്ടിൽ കിടത്തിയതാ, പക്ഷേ അത് എഗ്രി ചെയ്യുന്ന തലമുറയല്ല ഇത്. അസ്തമിച്ച സൂര്യന് മുമ്പിൽ പേടിച്ചുറങ്ങുന്ന യാക്കോബിന് ജനിച്ച അടുത്ത ജനറേഷൻ സൂര്യൻ അസ്തമിച്ചാൽ ഇരുട്ടിനെ കെട്ടിപ്പിടിക്കുന്ന യോശുവയല്ല. ആമേ സൗരയൂഥത്തോട് അനങ്ങരുതെന്ന് പറയാൻ ഒരാമേൻ പറയാമോ പ്രിയപ്പെട്ടവരെ? ഒരാമേൻ പറയാമോ? എനിക്കറിയില്ല. പ്രയർ സെന്ററിനകത്ത് അടുത്തൊരു ജനറേഷൻ എഴുന്നേൽക്കുകയാ. ആമേൻ. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ദൈവദാസന പാസ്റ്റർ ജിബിൻ, ഞാൻ വിശ്വസിക്കുന്നു അസ്തമിക്കാൻ ഒരുമ്പെട്ടതിനോട് അനങ്ങരുതെന്ന് പറയാനുള്ള അധികാര കൈമാറ്റം ഇപ്പോൾ സംഭവിക്കുന്നു. Come on, amen. അതൊന്ന് സ്വീകരിക്കാൻ. ഏതൊക്കെയോ കുടുംബത്തിൽ അസ്തമിച്ചു പോയതിന്, ഏതൊക്കെയോ കുടുംബത്തിൽ അസ്തമിച്ച് ഇത് പോരല്ലോ. ആരാധന അഭിനയിക്കരുത്, ആരാധന അനുഭവിച്ച് ആ ദൂത് നിന്റെ വീട്ടിലോട്ട് ചെല്ലട്ടെ. ആ ദൂത് നിന്റെ വീട്ടിലോട്ട് ചെല്ലട്ടെ. പിതാക്കന്മാരുടെ കാലത്ത് അസ്തമിച്ചതിനോട് ഇനി അനങ്ങരുതെന്ന് പറയാൻ അഭിഷേകമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങ് സഹായിച്ചാലും, പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഇറക്കത്തിന് നന്ദി, പരിശുദ്ധാത്മാവേ അങ്ങയുടെ ചലനത്തിന് നന്ദി, പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൊടിയ കാറ്റിന് നന്ദി, പരിശുദ്ധാത്മാവേ അങ്ങയുടെ മൂവ്മെന്റുകൾക്കും നന്ദി. സ്വീകരിക്കാൻ പറ്റുന്നവർ അടുത്തൊരു തലമുറ പ്രയർ സെന്ററിൽ എഴുന്നേൽക്കട്ടെ. ആമേൻ. ചിലതിനോട് തിരുവല്ലയോട് അനങ്ങരുതെന്ന് പറയാൻ ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞ് ആമേൻ ആ ഭാഗം വിടുകയാ. മെലീത്തയിൽ കയറിയ പൗലൂസിനെ പാമ്പ് കടിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം വീർക്കും ഇപ്പം ചാകും, ഒന്നുകൂടെ ഇപ്പം വീർക്കും ഇപ്പൊ ചാകും. അത് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല, അവർ കണ്ടതാ. ഈ പാമ്പ് ആരെങ്കിലും കൊത്തിയിട്ടുണ്ടോ? വീർക്കും ചാകും, വീർക്കും ചാകും, ഒന്നുകൂടെ വീർക്കും ചാകും. പക്ഷെ ആ പാമ്പിന് പറ്റിയൊരു അബദ്ധമുണ്ട്. ചാകാനുള്ളവനെയാ ഇന്ന് വരെ കൊത്തിയത്, നിയോഗമുള്ളവനെ ആദ്യമായിട്ടാ കൊത്തിയത്. അയ്യോ എന്നെ ഉണങ്ങി. ഹല്ലേലൂയ. ചാകാനുള്ളവനെയാ കൊത്തിയത്, നിയോഗമുള്ളവനെ ആദ്യമായിട്ടാ കൊത്തിയത്. ഇന്ന് കളി മാറി. കടിയേറ്റ പൗലൂസ് അല്ല ചത്തത്, കടിച്ച പാമ്പ് ഇല്ലാതെയായി. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ ഏറിയ നാളുകളായി തിരുവല്ല പ്രയർ സെന്ററിനോട് വിഷമിറക്കി വാദിക്കുന്ന ദേശത്തെ ദുരാത്മ മണ്ഡലങ്ങൾ അതിന്റെ അടിവേരോടെ ഇന്ന് മകൾ പറയട്ടെ. എല്ലാവരും ആരാധിച്ചേ. ആ കെട്ടുകൾ പൊട്ടി അഴിയട്ടെ, ആ കെട്ടുകൾ പൊട്ടി അഴിയട്ടെ. ലബർധനായ ഹംഷാധനായ ദൈവമക്കൾ ഒരുമിച്ചൊന്ന് ആരാധിച്ചേ, ഒരുമിച്ചൊന്ന് ആരാധിച്ചേ, ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. നാളുകളായി നിന്റെ കുടുംബത്തിൽ നിൽക്കുന്നത്, നാളുകളായി നിന്റെ ദർശനത്തിന് നേരെ നിൽക്കുന്നത്, നിന്റെ തലമുറയ്ക്ക് നേരെ നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ
പോരാ പോരാ പോരാ. കമോൺ. സദാ ധര 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 അബ്ദല രഗതന ലഗതന രഗതന. മൗനമായി ഇരിക്കരുത്. ചിലവരെ കൊടയാൻ, ചിലവരെ അഴിക്കാൻ നാളുകളായി നിന്റെ കുടുംബത്തിനകത്ത് വാദിച്ചു നിൽക്കുന്നതെന്തോ. ഓ ഓ ഷയാമ സദരബ കസതല ലബതന സതോറിയ അംദല പ്രവതന രഗസിയാന. അവൻ നിന്നെ കൊത്തിയത് ഇനി ആരെയും കൊത്തുകയില്ല. നിനക്കെതിരെ തലപൊക്കിയത് ഇനി ആരുടെയും നേരെ. അതിന്റെ അവസാനമാണ്. അതിന്റെ കാലം കഴിഞ്ഞു. അതിന്റെ കാലം കഴിഞ്ഞു. ആമേൻ. മെലിത, അതിന്റെ കാലം കഴിഞ്ഞു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇത് എന്റെ അവസാനമല്ല? ആഴമായ നിൻ സാന്നിധ്യം വീണ്ടും വീണ്ടും എന്നിൽ പകരുന്നു. ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം വരുമേ. 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 ആർക്കുമെന്നെ തള്ളിക്കളയാൻ ആവതില്ല. രാജകീയ പുരോഹിതന യേശു എന്ന് ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം കയ്യോ ഉയർത്തിയിട്ട് പാടാമോ? ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം വരുമേ. ഞാൻ ആർക്കുമെന്നെ തള്ളിക്കളവാൻ ആവതില്ല. രാജകീയ പുരോഹിതന യേശു എന്ന്. ഇന്ന് ഈ പകൽ ദൈവമക്കൾ വിശ്വസിക്കണം. നിന്നെ അവഗണിക്കാൻ നോക്കിയവർക്ക് നിന്നെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നിന്റെ അകത്തിരിക്കുന്നത് തോറ്റവനല്ല. ഓർക്കുമെന്നെ തള്ളിക്കളവാൻ ആവതില്ല. രാജകീയ പുരോഹിതന യേശു എന്ന് ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം വരുമേ. ഞാൻ ഉറച്ചിടുമേ, എന്നിൽ ബലം വരുമേ. ഞാൻ ആഴമായ നിൻ സാന്നിധ്യം വീണ്ടും വീണ്ടും. ഞാൻ ദൈവത്തോട് ഉറപ്പിച്ചു പറയാം, ഒരു ദൈവമഹത്വത്തിന് നിങ്ങളിലേക്ക് നിങ്ങളൊരു ആക്സസ് കൊടുത്താൽ, എവിടെ അവഗണിക്കപ്പെട്ടോ അവിടെ ദൈവം നിങ്ങളെ പരിഗണിച്ചിരിക്കും. കൈയൊന്ന് ഉയർത്തിക്കൊണ്ടൊരു ഹല്ലേലൂയ. താങ്ക് യു. ഞാൻ ദൂതുമായിട്ട് മുൻപോട്ട് പോകാം. ഒന്ന്, എനിക്ക് യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാൻ ആവേശമുണ്ട്. പക്ഷെ എൻ്റെ ദൂത് അതല്ലാത്തതുകൊണ്ട് ഐ എം സോറി. മൂന്നാമത്തെ വിഷയം യേശു ആര് എന്നുള്ളതാണ്. മറിയുടെ ഗർഭത്തിൽ തുടങ്ങി ഗാൽഗുത്തായുടെ നെറുകയിൽ ചതുരവടിവുള്ള 3 ആണികൾ മേൽ തൂങ്ങി അസ്തമിച്ചു പോയ കേവലം ഒരു മാംസ കഷണമല്ല എൻ്റെ കർത്താവ്. അവൻ അനാദിയായ ദൈവമാണ്. പൗലോസിന്റെ ചില ഭാഷകളൊക്കെ അണുബോംബിനേക്കാൾ അപകടമാണ്. തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആൽഫയായവൻ, ഒമേഗയായവൻ, തുടക്കമായവൻ. ഓ നല്ല ഒരു ശകല അഹങ്കാരത്തോടെ ഒരു ആമേൻ പറഞ്ഞാട്ടെ, ഞാൻ സേവിക്കുന്ന ദൈവം ചെറിയവനല്ല. അങ്ങനെ പൗലോസിന്റെ 4ാമത്തെ വിഷയം യേശുവിന്റെ സഭയാണ്. ഇങ്ങനെ എഴുതിയ പൗലോസ്, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പൗലോസിന്റെ 1ാമത്തെ പ്രത്യേകത,
ഈ മനുഷ്യനെ പൂട്ടിയാൽ ലേഖനവും തുറന്നു വിട്ടാൽ സഭയും ഉണ്ടാകുന്ന ഒരു മനുഷ്യനാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ അപകടങ്ങളെ ആരാധനയാക്കുന്ന ഒരു അഭിഷേകം പൗലോസിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഈ ശക്തനായ മനുഷ്യൻ കൊലോസ് ലേഖനം എഴുതുകയാണ്. സമയം മുൻപോട്ട് പോകുന്നല്ലോ. കൊലോസ് ലേഖനം എഴുതുമ്പോൾ ഞാൻ അത് വായിക്കുമ്പോൾ എൻ്റെ വെപ്രാളം, പൗലോസിൻ്റെ വാക്കുകൾ സാധാരണ ഭയങ്കര കണിശതയുള്ള വാക്കുകളാണ്. പൗലോസിൻ്റെ വാക്കുകൾ ഭയങ്കര മൂർച്ചയുള്ള വാക്കുകളാണ് സാധാരണ പൗലോസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, പൗലോസിൻ്റെ സംബോധന രാജശ്രീ ഫെസ്തോസേ, അഗ്രിപ്പ രാജാവേ, കണ്ടോ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ അവരുടെ മുമ്പിൽ പോയി നിന്ന് നട്ടല് നിവർത്തി സംബോധന ചെയ്യാനും സംസാരിക്കാനും ഈ മനുഷ്യന് പ്രത്യേകിച്ച് ഹോർമോണിൻ്റെ കുത്തിവെപ്പൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ആയുധം ധരിച്ച റോമിലെ പട്ടാളക്കാരനോട് വിസ്താരം കൂടാതെ എന്നെ അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞടാ എന്ന് ചോദിക്കാൻ കരുത്തുള്ള മനുഷ്യരായത്. കാരണം എന്നാണെന്നറിയോ, ഈ മനുഷ്യന്റെ ഗോത്രം ബെന്യാമീൻ ഗോത്രമാ. അദ്ദേഹത്തിന്റെ ബ്ലഡിനകത്ത് ആ സാധനം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു ഓർക്കുന്നില്ലേ, ഞാൻ വടിയോടുകൂടെ നിങ്ങളുടെ അടുത്തോട്ട്, ഇന്നത്തെ ഏതെങ്കിലും ഒരു സഭയോട് ഒന്ന് ചോദിച്ചു നോക്കി, ഞാൻ വടിയോടുകൂടെ നിങ്ങളുടെ അടുത്തോട്ട് വരണോടാ എന്ന് ചോദിച്ചാൽ അവിടുന്ന് അടുത്ത മെസ്സേജ് ഇങ്ങോട്ട് വരും, ഇയാൾ വടിയായിട്ട് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ തടിയായിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയും. പൗലോസിന് ഈ വക ഇനി യെരൂശലേമിൽ ചെന്നേച്ച് കേഫാവിൻ്റെ പക്കൽ അനീതി കണ്ടിട്ട് അച്ചായനായതുകൊണ്ട് സാരയില്ലെന്ന് പറയല്ല, അവനെ തിരുത്തി സമ്മതിപ്പിച്ചേച്ച്, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് ആ മനുഷ്യനെ തിരുത്തിയേച്ച് സമ്മതിപ്പിച്ചേച്ച് പറയാം, ഇനി ആ തല എൻ്റെ തലയിലോട്ടൊന്ന് വെച്ചേക്കാൻ പറഞ്ഞു. ആ കയ്യൊപ്പ് മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോരുക. ആ പോരുന്ന കൂട്ടത്തിൽ യെരൂശലേമിൽ ഒരു വലിയ വീട് കണ്ടു. ആ വീട് മർക്കോസ് എന്ന മറുപടിയുള്ള യോഹന്നാൻ്റെ വീടാണ്. അന്നേരം പൗലോസിന് കൂടെ വന്ന ആളുകളെല്ലാം പറഞ്ഞു, നല്ല ശക്തനായൊരു ദേവദാസന ഈ ഏറിയയിൽ. അന്നേരം പൗലോസ് അവൻ്റെ ഗേറ്റിലോട്ട് നോക്കി പറഞ്ഞു, ഇവൻ്റെ പേരക്കകത്ത് ഞാൻ കയറുകയല്ലെന്ന് പറഞ്ഞു. അതിനാ നിങ്ങൾ തമ്മിൽ പിണക്കാണോ, പിന്നെ എങ്ങനെയാണ് കർത്തമേശ എടുക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞു, പിണക്കൊന്നുമല്ല, അവൻ പിസിദ്യ അന്ത്യോക്യയിലേക്കുള്ള യാത്രയിൽ എൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോകുന്നവനാ, കലപ്പേന്ന് കൈവിട്ടവൻ്റെ വീട്ടിൽ കയറി മണ്ണ് തിന്നാൻ എന്നെ കിട്ടുകയല്ലെന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഭയങ്കര ഷാർപ്പാണ്. പക്ഷേ ഈ കൊലോസ്യ ലേഖനത്തിൽ പൗലോസിൻ്റെ സംഭാഷണം മിതമാണ്. പൗലോസ് മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കാത്ത ഒരു ലേഖനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? കൊലോസ്യ ലേഖനം മാത്രം. അതിൻ്റെ കാരണം കൊലോസ്യയിലെ വിശ്വാസികൾ തൻ്റെ ഓൺ ബിലീവേഴ്സ് അല്ല. ഇത് എപ്പഫ്രാസിൻ്റെ ശുശ്രൂഷയാൽ എഴുന്നേറ്റ സഭയാണ്. എപ്പഫ്രാസ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായതുകൊണ്ട് അവർക്ക് എഴുതിയ ലേഖനമാണ്. അപ്പോൾ നേരിട്ടുള്ളതല്ലാത്തത് കൊണ്ട് ഇച്ചിരി വിനയം പ്രാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കൊലോസ്യ ലേഖനം. ഇനി കൊലോസ്യ ലേഖനം എന്തിനെഴുതി എന്നൊരു ചോദ്യമുണ്ട്. ചുമ്മാ എൻ്റെ ഒരു സമാധാനം, നിങ്ങളിതൊന്നും കേൾക്കുകയില്ലെന്ന് എനിക്കറിയാം. മൂന്നാമത്തെ കൊച്ചിൻ്റെ കല്യാണം എന്ന് നടക്കുമെന്ന് ഇന്നറിയണം, അതാണ് എൻ്റെ വിഷയം. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കൊലോസ്യ ലേഖനം എന്നെങ്കിലും കൊലോസ്യ ലേഖനം എഴുതാനുള്ള ഒന്ന്, ഈ കൊലോസ്യ പട്ടണത്തിൽ കയറി വന്ന ജ്ഞാനവാദത്തിനെതിരെയാണ് പൗലോസ് ശബ്ദമുയർത്തുന്നത്. ആമേൻ. തത്വജ്ഞാനവും വെറും 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കാമോ? ചാപ്റ്റർ 2:4. ഇത്ര സമയം കളയരുത്. മൈക്കെന്തേ? വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ഇനി 8-ാമത്തെ വാക്യം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. തത്വജ്ഞാനവും, അപ്പോ ഈ ദൈവപ്രവർത്തികളെ അംഗീകരിക്കാതെ ബുദ്ധിയുടെ കീഴെ ദൈവത്തെ ഒതുക്കാൻ നോക്കുന്ന ശ്രമം കൊലോസ്യ സഭയിലുണ്ടായി. പണ്ട് കാലത്ത് നമ്മുടെ അപ്പച്ചന്മാര് അണലിപ്പാമ്പ് കൊത്തിയവരെ ചർച്ചിലിട്ട് പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ അത് നടക്കാത്തതിൻ്റെ കാരണം കാര്യങ്ങൾ കൂടുതലും റീഡ് ചെയ്യുന്നത് ബുദ്ധിയിലായതുകൊണ്ട് ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോയി എന്നുള്ള വാക്യമൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് പോലും അറിയില്ല. ഹല്ലേലൂയ. കാരണം നമുക്ക് കയറിപ്പോകാൻ വേണ്ടി എമിറേറ്റ്സും എത്തിഹാദും ഖത്തർ എയർവേസും അങ്ങനെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നതുകൊണ്ട് ഫിലിപ്പോസ് പോയ യാത്രയെക്കുറിച്ച് നമുക്ക് ബുദ്ധിയുടെ കീഴെ നിന്ന് വചനം കേൾക്കാനാണ് നമുക്കിഷ്ടം. ഒരാമേൻ വായ്പ എങ്കിലും മേടിച്ച് പറയാമോ? ഹല്ലേലൂയ. ഇതുപോലെ ഒരു സഹോദരി, യേശുവിൻ്റെ അമ്മ മറിയ, ഒരു കൊച്ചു പെൺകുട്ടിയാ. ആമേ IT-യിൽ 46 വർഷം ജോലി ചെയ്ത പാരമ്പര്യമൊന്നും ആ ഗ്രാമീണ പെൺകുട്ടിക്കില്ല. കല്യാണം ഉറപ്പിച്ച് മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുമ്പോൾ ബൈബിളിലെ 114 ഏഞ്ചലിക് എൻകൗണ്ടറുകളുണ്ട്, ദൂതന്മാരുടെ എൻകൗണ്ടറുകൾ. അതിനകത്ത് ഏറ്റവും ഹൈ എൻകൗണ്ടറാണ് മറിയയ്ക്ക് കിട്ടിയത്. മുറിക്കകത്തോട്ട് ഇറങ്ങിയ ദൂതനാരാ? ഗബ്രിയേൽ. ഏഞ്ചലോളജി പഠിച്ചാൽ ഒരു ദൂതന്റെ വേഗത അധിപസ്വർഗത്തിൽ നിന്ന് ഭൂമി വരാൻ വേണ്ടത് 8 സെക്കൻഡാണ്. ഇങ്ങനെ നമുക്ക് ചർച്ചിന്റെ മുറ്റത്ത് വന്നാൽ ചർച്ച കയറാൻ വേണം 8 മിനിറ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? KSRTC സ്റ്റാൻഡിൽ കിടന്ന് കറങ്ങുന്ന പോലെ അവിടെ കിടന്നൊരു കറക്കം കണ്ടിട്ടില്ലേ?
ഹല്ലേലൂയ. 8 സെക്കൻഡ് കൊണ്ട് അധിപ സ്വർഗത്തിൽ നിന്ന് ഭൂമി വരാൻ പറ്റും. ആർക്ക്? ഒരു ദൂതന്. ഇനി ഏഞ്ചലോളജിയുടെ ഏറ്റവും ഹൈഹസ്റ്റ് വാക്യം എന്നറിയാമോ? അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ അടിച്ച കാറ്റുകളെ ആത്മാവിൽ അപഗ്രഥിച്ചാൽ അതിന്റെ പുറകിൽ ചലിച്ചത് ദൂതന്മാരാ. എന്റെ വിശ്വാസം ഞാൻ പറയാം, ആമേൻ, ചെങ്കടലിൽ അടിച്ചത് പ്രകൃതിയുടെ വികൃതിയല്ല, അത് ദൂതനാ. ഇന്ന് പകല് അടച്ചിട്ട കടലുകൾ ഉണ്ടെങ്കിൽ വഴി തുറക്കുന്ന കാറ്റായി വരാൻ ദൂതന്മാര് ഇന്ന് പകൽ സ്വർഗത്തിലുണ്ട്. അങ്ങനെ പ്രസംഗിച്ചാൽ ആ ദൂത് ഏഞ്ചൽസിന്റെ പുറകെ പോയി. ഈ ദൂതൻ ഇറങ്ങിച്ച് മറിയുടെ മുറിക്കകത്തോട്ട് ഈ ദൂതൻ വന്നേച്ച് പറയാം, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. അവൾ പറഞ്ഞു, ഇതെന്തൊരു വന്ദനം? എന്നാലും ചോദിച്ചു. ആ ദൂതൻ പറഞ്ഞു, നിനക്ക് ഒരു കുഞ്ഞിനെ നീ ഗർഭം ധരിക്കാൻ പോകുന്നു. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിന്നിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. എന്നാൽ ആ സഹോദരി ആത്മാവിലായില്ല. ദൂതനോട് പച്ചയ്ക്ക് ചോദിക്കുക, ഞാൻ പുരുഷനെ അറിയായികയാൽ എന്ന് പറഞ്ഞാൽ മറിയയുടെ പ്രത്യേകത രജിസ്റ്റർ ആകാത്ത കാര്യങ്ങളെ വ്യക്തമായിട്ട് ചോദിക്കും. എനിക്ക് കിട്ടിയില്ല. ദൂതൻ പറഞ്ഞ മറുപടി 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് എടുക്കുന്നല്ല. ദൂതൻ പറഞ്ഞത്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന കെരൂബ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഒറ്റവാക്കി ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ സാന്നിധ്യത്തിൽ നിന്ന് വന്ന ദൂതനാടി. ആടി എന്നുള്ള വാക്ക് ഞാൻ ചേർത്തതാ, പൊറുക്കണം. ഞാൻ സാന്നിധ്യത്തിൽ, അതിന്റെ മേളിൽ മോർ ക്വസ്റ്റ്യൻ മറിയക്കില്ല. കാരണം മറിയക്കറിയാം സാന്നിധ്യത്തിന്റെ അകത്തുനിന്ന് വന്ന ദൂത് നടക്കും. ഹല്ലേലൂയ. ആമേ, പ്രവാചകൻ ആലോചിച്ചുണ്ടാക്കിയ ദൂത് നടക്കുകയില്ല എന്ന ആരോടോ പറയാൻ ദൈവം എന്ന് പറയുന്നു. ലോകത്തിൽ ഇന്ന് വരെ നടക്കാത്തത് ദൈവം നിന്നോട് പറഞ്ഞാൽ അത് നടക്കും. ഒന്ന് വിശ്വാസത്തോടെ ഹല്ലേലൂയ പറഞ്ഞ. അപ്പോ കൊലോസ്യ സഭയിൽ വചനം ശുശ്രൂഷിച്ചാലും ആരാധിച്ചാലും ഒക്കെ ഉള്ള പ്രത്യേകത എന്നറിയാമോ? ഈ നമ്മുടെ വാഹനത്തിൽ ഒരു ലോക്ക് വെക്കുമല്ലോ, സ്പീഡ് കൂടാതിരിക്കാൻ, സ്പീഡ് ഗവർണർ. ആ വണ്ടിയുടെ പ്രത്യേകത 70 ലോക്ക് ചെയ്താൽ പിന്നെ ആക്സിലേറ്റർ കയറി ഇരുന്നാലും 70 മേളിൽ പോകുകയില്ല. നിങ്ങൾ ചില സഭകൾ കണ്ടിട്ടുണ്ടോ? എല്ലാ ഞായറാഴ്ചയും ഒരു സ്പിരിച്വൽ റലത്തിന്റെ മേളിലോട്ട് അവരുടെ വർഷിപ്പും അവരുടെ വചനവും പോകുകയില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതിന്റെ കാര്യം എന്നറിയോ? ഒരു സ്പീഡ് ഗവർണർ ലോക്ക് ഇട്ടിരിക്കുക. ബുദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് അളവെടുക്കുകയാ. ബുദ്ധിയിൽ നിന്നുകൊണ്ട് ഓ മൈ ഗോഡ് ഇതിന്റെ യേശുവിന്റെ നാമത്തിലെ പരിധികൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ കൊലോസ്യ സഭയിലല്ല, കേരളത്തിലും ഇന്ത്യയിലും തിരുവല്ലയിലും ദൈവപ്രവർത്തിക്ക് ബുദ്ധി കൊണ്ടിട്ട എല്ലാ അതിരുകളും യേശുവിന്റെ നാമത്തിൽ പോട്ടട്ടെ. സഭയിൽ ബുദ്ധിമാന്മാരല്ല കൂടേണ്ടത്, അഭിഷേകമുള്ളവരാ കൂടേണ്ടത്. കാര്യം ബുദ്ധിയിൽ ദൈവവചനത്തെ വ്യാഖ്യാനിച്ചാൽ, പണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു സാറ് പറയുമായിരുന്നു, ബൈബിൾ വായിക്കണമെങ്കിൽ ഒന്നുകിൽ ഭ്രാന്ത് വേണം, ഇല്ലേ അഭിഷേകം വേണം. നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുതേ. അതിൻ്റെ കാര്യം എന്നറിയോ? കാറ്റടിച്ച് ചെങ്കടലിൽ വഴി തുറന്നു, 20 ലക്ഷം പേര് അക്കരെ എത്തി. ഒന്ന് ഓർത്ത് വയ്ക്കേ, 20 ലക്ഷം പേരാണെങ്കിൽ 40 ലക്ഷം കാലം അവർക്കുണ്ട്. മിണ്ടുകയില്ല. ഒരാൾക്ക് 2 കാലുണ്ടെന്ന് സമ്മതിക്കാൻ മേലേ. 20 ലക്ഷം പേർക്ക് 40 ലക്ഷം കാല്, 10 ലക്ഷം കാളയ്ക്ക് 40 ലക്ഷം കാല്, 4 കാല് സമ്മതിക്കാലോ. അപ്പൊ കാല് തന്നെ 80 ലക്ഷം, തടിവീല് തന്നെ 10 ലക്ഷം. 40 ലക്ഷം 80 ലക്ഷം കാലും 10 ലക്ഷം തടിവീല് ഉരുണ്ടിട്ട് ഒരു കാലും താന്നില്ല, ഒരു വീലും താന്നില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം തുറക്കുന്ന വഴികൾ താഴാനുള്ളതല്ല. അയ്യോ, ദുബൈയിൽ ബോംബ് വീഴുന്നു, അയ്യോ ഖത്തറിന്റെ മേളിൽ കൂടെ ഡ്രോൺ പറക്കുന്നു, എന്റെ കൊച്ചിന്റെ ജോലി പോകും. ദൈവം തുറന്ന വഴിയാണോ? പോകാലോ, ധൈര്യമായിട്ടിരിക്കാൻ. എന്റെ കർത്താവ്, ബാങ്കിലെ ലോൺ എന്നാ ചെയ്യും? എന്റെ കുഞ്ഞെ, നീ SBI ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി മാനേജറുടെ കസേരയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും നിന്റെ അകത്തുള്ള അഭിഷേകത്തിന് അറിയാം യുദ്ധം വരാൻ പോകുന്നുണ്ടെന്ന്. അറിഞ്ഞ ദൈവം നിന്നോട് കൂടെ ഉള്ളപ്പോൾ നീ ധൈര്യമായിട്ടിരിക്ക. അപ്പൊ ജ്ഞാനവാദം, ഞാൻ ദൈവമക്കളോട് പറയുന്നു, നിങ്ങളുടെ ബുദ്ധിയും വെച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ
ഞാൻ ഉപയോഗിക്കുന്ന കുറേ ബൈബിൾ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. പത്രോസ് വള്ളത്തിൽ നിന്നിറങ്ങി. നിങ്ങളെല്ലാവരും എന്നോട് കൂടെ ഉണ്ടോ? മടുത്തോ? പത്രോസ് വെള്ളത്തിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്ക ചെല്ലാൻ നടന്നു എന്ന് പറഞ്ഞാണ് വാക്യം. നമ്മുടെ മലയാള ബൈബിളിൽ കിടക്കുന്ന വിഷയം എങ്ങനെയാണെന്നറിയോ? അവൻ എങ്ങനെ എഴുതിയിരിക്കുന്ന കാറ്റും കോളും കണ്ട് പേടിക്കയാൽ മുങ്ങി തുടങ്ങിയത്. എനിക്കത് ഇന്നും വായിച്ചിട്ട് മനസ്സിലാക്കി. ഏത് മീൻപിടുത്തക്കാരനാണ് കാറ്റും കോളും കണ്ടാ പേടിക്കുന്നത്? വെള്ളത്തിൽ പോയി ചത്താ പേടിക്കുകയല്ല. പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായി. പക്ഷെ അതിന് വേറൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചിട്ടെന്നറിയോ? കാറ്റും കോളും കണ്ട് മുങ്ങി തുടങ്ങുകയാൽ ഭയപ്പെട്ടെന്നല്ല, അവൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി താഴാൻ തുടങ്ങിയെന്നാ. ഒന്നുകൂടെ പറയട്ടെ, കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ദൈവത്തെ സേവിക്കുന്നവര് ദൂത് മാറ്റി വെച്ചേച്ച് കാൽക്കുലേഷൻ തുടങ്ങുമ്പോഴേ ഓർത്തോണം നീ താഴാൻ നേരം. നീ വെള്ളം കുടിച്ച് നിന്റെ ഊപ്പാട് വരും. ഹല്ലേലൂയ. കാൽക്കുലേഷൻ മാറ്റി വെച്ചോ. ദൈവം വിശ്വസ്തനാണ്. നല്ലപോലെ ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. ദൈവം വിശ്വസ്തനാണ്. നാളെയെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട, കാലമെല്ലാം ഉള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? എന്ത് രസല്ലേ! മനമേ ചഞ്ചലം എന്തിന, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ. ജ്ഞാനവാദത്തിനെതിരെ ഈ കൊലോസ്യ സഭയിലെ രണ്ടാമത്തെ പ്രശ്നം, ഈ വിശ്വാസി വന്ന് കുറെ നാൾ കൈയടിച്ചും പാടിയൊക്കെ കഴിഞ്ഞ പിന്നെ ഇന്നലകളിൽ അവരുടെ അകത്തുവാണ് ഹൂദായ പഠിപ്പിക്കലുകൾ ഇവർ പതുക്കെ ദൈവസഭയിലേക്ക് കയറ്റാൻ തുടങ്ങി. ഞാനതൊന്നും വിശദീകരിച്ച് എൻ്റെ വാചളക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഹൂദായ പഠിപ്പിക്കലുകൾ ഇന്നലകളിൽ അവർ ആചരിച്ചതൊക്കെ വേർപെട്ട സഭയിലേക്ക് പോക്കറ്റിൽ പേന തിരിക്കുന്ന പോലെ പയ്യെ തിരികാൻ തുടങ്ങിയപ്പോൾ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തവരുടെ നടുക്കോട്ട് ഈ വക വൃത്തിയേടുകൾ കയറാതിരിക്കാൻ ആത്മാവിൽ കെട്ടിയ മതിലാണ് കൊലോസ്യ ലേഖനം. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ദൈവസഭ ആത്മതലമാണല്ലോ, അൺസീൻ ആണല്ലോ. ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യ നമസ്കാരികൾ. പിതാവിനെ ആത്മാവിൽ. അപ്പോ ഈ ദൈവസഭയുടെ മൂവ്മെന്റുകൾ അൺസീനാണ്. ഇത് ആത്മതലമാണ്. കാറ്റ് ദേഹത്തടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാറ്റിനെ കാണാൻ കഴിയാത്തതുപോലെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊലോസ്യയിലുള്ള ആളുകൾ ദുരാത്മ ലോകത്തിന് ആക്സസ് കൊടുത്തു സഭയിലേക്ക്. നിങ്ങൾ 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേച്ച് ഞാൻ മുൻപോട്ട് പോയേക്കാം. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. ദുരാത്മ ലോകത്തിന് ആക്സസ് കൊടുക്കുക സഭ. അപ്പോൾ അരുത് എന്ന് പറയാൻ കൊലോസ്യ ലേഖനം മുൻപിൽ കൊണ്ടുവരികയാണ്. ഞാൻ ഇനി നിങ്ങൾ വായിക്കണ്ട, നേരം പോകുന്നുണ്ട്. എനിക്ക് ദൂത കയറി തൊടാനുള്ള സമയമായി. 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്. 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, വശീകരണ വാക്ക് പറയുന്ന ആളുകളുടെ നടുക്കുന്ന. 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, വഞ്ചനയുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്ന്. ആമേൻ. അതുപോലെ 2-ാം അധ്യായം 19-ാമത്തെ വാക്യം, തലയിൽ നിന്ന് അകറ്റുന്ന വിരുത് തെറ്റിക്കുന്ന ആളുകളുടെ നടുക്കുന്ന ഒരു തലമുറയോട് 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വാഴുന്നു. ഇനി ഞാൻ വാക്യത്തിലേക്ക് വരിക. ഇത് ഞാൻ ആ ദൂതനോട് നീതി പുലർത്തി വന്നെന്ന് മാത്രമേ ഉള്ളൂ. 2-ാം അധ്യായം 14-ാമത്തെ വാക്യം, അതിക്രമങ്ങളൊക്കെ അതാണ് നമുക്ക് ഇന്ന് രാവിലെ പറയേണ്ട വാക്യം. അതിക്രമങ്ങൾ ഒന്ന് ചേർന്ന് പറഞ്ഞ് ഒക്കെ നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ഇത് ഈ ന്യായപ്രമാണത്തെയൊക്കെ സംബന്ധിച്ചാണ് ഈ കാര്യം. 4 കൂട്ടം കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് പ്രസംഗിക്കേണ്ടതുണ്ട്. 1, കൈയെഴുത്തുകളെ മായ്ക്കുന്നതയോ. ഒന്ന് ഒച്ചതി പറഞ്ഞ് എൻ്റെ ദൈവം ഇങ്ങനെയൊന്നും പറഞ്ഞ ഒരു കാലത്തും ഇതൊന്നും മായാൻ പോകുന്നില്ല. ഒന്ന് നല്ല വൃത്തിയായിട്ടെന്ന് പറഞ്ഞ് കൈയെഴുത്തുകളെ മായിക്കുന്ന ദൈവം. 2-ാമത്, നിനക്കെതിരെ നിൽക്കുന്നവനെ നീക്കിക്കളയുന്ന ദൈവം. ആ വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്, എതിരെ നിൽക്കുന്നവനെ നീക്കിക്കളയുന്നത്. 3-ാമത്തത്, ആരാണോ പോരാടുന്നത് അവൻ്റെ വെപ്പൺസ്, അവൻ്റെ ആയുധം താഴെ വെപ്പിക്കുന്ന ദൈവം. 4-ാമത്തത്, ആരാണോ പോരടിക്കുന്നത് അവനെ പരസ്യ കാഴ്ചയാക്കാൻ കഴിവുള്ള ദൈവം.
4 കൂട്ടം കാര്യങ്ങൾ പ്രൗഢഗംഭീരമായ 4 ആലോചനകളാണ്. ഞാൻ ആ 1-ാമത്തെ വാക്യത്തെ മാത്രം പിടിച്ച് എൻ്റെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് എഴുതി തന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. ഞാൻ അവിടെ തൊട്ട വാക്യത്തിൽ നിന്ന് പിടിക്കുകയാണ്. വിരോധവും എന്നോടൊപ്പം പറയാൻ പറ്റുമോ പ്ലീസ്? അവിടെ വാക്യം ഉണ്ടല്ലോ. ഞാനിപ്പോഴാ വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. അതൊന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. അപ്പൊ ഇന്ന് രാവിലെ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു വിട്ട ദൂത്, കാണാമറയത്തെവിടെയോ നിന്റെ മുന്നേറ്റങ്ങൾക്കും വാഗ്ദത്തത്തിനും വിരോധമായി പിശാചിന്റെ കൈപ്പട, ഞാനതൊരു മലയാളം വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ, പിശാചിന്റെ കൈപ്പടകൾ, പിശാചിന്റെ രേഖകൾ, എഴുതിയത് താളിയോലയിലോ എഴുതിയത് തകിടിലോ ആകട്ടെ, പിശാച് എഴുതി വെച്ച രേഖ ഈ 2-ാമത്തെ പകൽ എൻ്റെ കർത്താവ് മായ്ച്ചു കളയുന്ന പകലാ. ഓ എത്ര പേര് അക്കരം ഉയർത്തിക്കൊണ്ടൊന്ന് ഹല്ലേലൂയ പറയുന്നു. എവിടെയോ നിന്നെ കുരുക്കാൻ, എവിടെയോ നിന്റെ സഭയെ കുരുക്കാൻ, എവിടെയോ നിന്റെ തലമുറയെ കുരുക്കാൻ, എവിടെയോ നിന്റെ ഭാവിയെ കുരുക്കാൻ, എവിടെയോ നിന്റെ യാത്രകളെ കുരുക്കാൻ പിശാച് ഉണ്ടാക്കി വെച്ച ആ കറുത്ത രേഖകൾ 12:30 ആശീർവാദം പറയുന്നതിന് മുൻപ് അതിനെ മായ്ച്ചു കളയാൻ ആ കരമൊന്ന് തട്ടി സ്തുതിക്കാമോ? ഞാൻ ഈ ചർച്ചിനകത്ത് നിൽക്കുമ്പോൾ എന്നോട് ദൈവം പറയുക, രേഖകൾ എഴുതാൻ, നിനക്ക് വിരോധമായി രേഖകൾ ഉണ്ടാക്കാൻ, നിന്റെ വീടിനെ, നിന്റെ തലമുറയെ ഒരപ്പുറം പോകാതിരിക്കാൻ എഴുതി വെച്ചോ. സ്വർഗം അത് അഴിക്കാൻ പോകയാ. ഓ ശരാ ബലാ രഗാതന ലഗാതന. Oh, hallelujah. ഞാൻ അത് വ്യാഖ്യാനിച്ച് കയറി വരാം. നിങ്ങളോടൊപ്പം വരണം. ഇവിടെ എഴുതുക എന്ന വാക്ക്, എഴുതുക കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ള, എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ബൈബിളിനകത്ത് എഴുതുക എന്ന വാക്ക് കിടക്കുന്നിടത്തെല്ലാം കൊടുത്തിരിക്കുന്ന മൂലഭാഷയിലെ വാക്ക് ഗ്രാഫെയിൻ എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഗ്രാഫെയിൻ. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഗ്രാഫെയിൻ അല്ല, കാറ്റ. ഗ്രാഫെയിൻ. കാറ്റ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതൃപ്തിയോടെ കൈപ്പോടുകൂടെ ഉണ്ടാക്കുന്ന രേഖ. എനിക്ക് പോൾസൺ പാസ്റ്റർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ താല്പര്യമില്ല, ഉദാഹരണമാണ്. അപ്പം മണർകാട് പോലീസ് സ്റ്റേഷൻ, പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒരു കേസ് കൊടുക്കുമ്പോൾ പോൾസൺ ഒരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുകയില്ല. വെറുതെ പോലീസുകാർ നമ്മുടെ താടിക്കിട്ട് തട്ടും. കേസ് കൊടുക്കുമ്പോൾ എപ്പോഴും കൈപ്പോടുകൂടെ രേഖകൾ ഉണ്ടാക്കണം. ഇപ്പോഴത്തെ കാലത്ത് കേസ് എളുപ്പമല്ലേ? അയൽവക്കത്ത് താമസിക്കുന്നവരുടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ വാതിൽക്കൽ കൊടുക്കുന്ന ഒരു ഫോട്ടോ എടുത്തച്ച് ബ്ലൗസും വലിച്ച് കയറിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് പോയേക്കുക, കാര്യം കഴിഞ്ഞു. അവനെന്നെ ഉപദ്രവിക്കാൻ വന്നു. നമ്മുടെ ഹല്ലേലൂയ കൈപ്പോട് കൂടെ ഉണ്ടാക്കുന്ന രേഖ. ഇനി ഇപ്പം നിങ്ങളുടെ നോർമലി ഒരു ചോദ്യം, പാസ്റ്ററെ ആർക്കാണ് നമ്മളോട് കൈപ്പുള്ളത്, എങ്ങനെയാ അറിയുന്നത്? ശത്രുവും മിത്രവും ഇടുന്നതിൽ ലിനന്റെ വെള്ള ഷർട്ടാണ്. അപ്പൊ വേഷം കൊണ്ട് ശത്രുവിനെ അറിയാൻ പറ്റുമോ? നിങ്ങൾ ശത്രു എന്ന വാക്ക്, എതിരെന്ന വാക്ക് തുടങ്ങിയത് അങ്ങ് ഉൽപ്പത്തി പുസ്തകത്തില്ല. കയീനും ഹാബേലും തമ്മിൽ വൈരാഗ്യം ഉണ്ടായി. അപ്പോ ഞാൻ ഹാബേലിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ കേൾക്കണേ, ഹാബേല് കയീൻ നിന്റെ ശത്രുവാകാൻ നീ അവനോട് വല്ലതും ചെയ്തോ? ഹാബേൽ കൈ തൊഴുതേച്ച് പറയും, ശത്രു ഉണ്ടാകാനുള്ള ഏക മാർഗം എൻ്റെ മുഖം തെളിഞ്ഞാ മതി, എനിക്ക് അപ്പുറത്ത് ശത്രു ഉണ്ടായിക്കോളൂ. ഇന്ന് പകൽ ചിലർ പറയുന്നു, പാസ്റ്ററെ ഞങ്ങൾ ആരോടും ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ആരെ ദ്രോഹിച്ചിട്ടില്ല, പിന്നെ എന്താ എനിക്ക് ശത്രു ഉണ്ടായത്? പറയാം, നിന്റെ അനുഗ്രഹത്തെ അംഗീകരിക്കാത്ത ആളുകൾ. നീ ചിരിക്കുന്നത്, നീ ഇന്ന് സ്വർഗം അത് അഴിക്കാൻ പറയാ. ഞാൻ ദൈവമക്കളോട് ഒരു നല്ല വാർത്ത പറയാം. മറിയ വാർത്ത ഹൃദയത്തിൽ സംഗ്രഹിച്ച പോലെ എല്ലാം എല്ലാവരോടും പറയാൻ നിൽക്കരുത്, എല്ലാം എല്ലാവരോടും ഷെയർ ചെയ്യരുത്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, എല്ലാം എല്ലാവരോടും പറയരുത്. ശത്രു ഉണ്ടാകുന്നത് നിന്റെ അനുഗ്രഹത്തിൽ നിന്നാ. ഒരു വാക്കൂടെ പറയാം. ശലോമോന്റെ കാലത്ത് ഒരു റൂമിനകത്ത് കിടന്ന് 2 സ്ത്രീകൾ പ്രസവിക്കുന്നു. അവരാരെങ്കിലും ആണ്, അതെന്റെ വിഷയമല്ല. 2 സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു. ഒരു മുറിയിൽ ഒരമ്മ കൊച്ചിന്റെ മേളിൽ കയറി കിടന്നു, കൊച്ചു മരിച്ചുപോയി. വിവരമറിയുന്നത് പാതിരാത്രിയിലാണ്. ഈ അമ്മയൊന്ന് ഉറക്കെ കരഞ്ഞാൽ അടുത്തുള്ള കട്ടിലിൽ അമ്മ എഴുന്നേക്കും.
അന്ന് രാത്രി അവളൊരു തീരുമാനമെടുത്തു, ഇത് കരയാനുള്ള രാത്രിയല്ല, കക്കാനുള്ള രാത്രിയാണ്. നിങ്ങൾ കേൾക്കുന്നില്ല? സ്വന്തം കൊച്ചു മരിച്ചത് ഒരമ്മയ്ക്ക് പ്രാണസങ്കടമാണ്. പക്ഷേ ഈ അമ്മയുടെ പ്രശ്നം, സ്വന്തം കൊച്ചു മരിച്ചതിനേക്കാൾ സങ്കടം അപ്പുറത്തെ കട്ടിലല്ലേ കൊച്ചു മരിക്കാത്തതാണ്. ഇത് ഞാൻ എങ്ങനെയാ പാസ്റ്റർ ഇവരെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഹല്ലേലൂയ! എന്റെ കൊച്ചു ജയിച്ചു, എന്റെ കൊച്ചു MBBS പാസ്സായി, എന്റെ കൊച്ചു എഞ്ചിനീയറിംഗ് പാസ്സായി, എന്റെ കൊച്ചു BBA പാസ്സായി, എന്റെ കൊച്ചു BCA പാസ്സായി. നീ പോയി മറ്റുള്ളവരോട് പറയുമ്പോൾ നീ അറിയാതെ നിന്റെ കൊച്ചിനെ തകർക്കാൻ എവിടുന്നാ വരുന്നത്? അയൽവക്കത്തെ വീട്ടിൽ നിന്നല്ല, തൊട്ടടുത്ത കട്ടിൽ നിന്ന് വരികയാ. നീ വിശ്വസിച്ച ചിലര് യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധമായി ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന, നന്നായിട്ടും ആരാധിച്ചിരുന്നെങ്കിൽ എത്ര അപ്രതീക്ഷിതമായി ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയാം, നിനക്കെതിരെ വരുന്നത് ആരാണെന്ന് കേട്ടാൽ ഒരുപക്ഷെ നിനക്കത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അഭിഷേകം അതിനെ തടയാൻ പോകയാ. എന്താ പിശാചിന്റെ ശ്രമം? ജീവനുള്ള കൊച്ചിന്റെ അമ്മയെ കൊണ്ട് ചത്തതിനെ ചുമപ്പിക്കുക. എൻ്റെ ദൈവമേ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഞാനെങ്ങാനായിരുന്ന ഞാൻ എഴുന്നേറ്റ് നിന്ന് 4 സ്വത്രം പറഞ്ഞേനെ. ആരോട് പറയാനാ? ജീവനുള്ള കൊച്ചിന്റെ അമ്മയെ കൊണ്ട് ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രശ്നം അനുഭവിക്കുന്ന ചിലരുണ്ട്. സത്യത്തിൽ നിങ്ങൾ പ്രശ്നം അനുഭവിക്കാനുള്ളവരല്ല, പിശാചി കെട്ടിയേൽപ്പിച്ചതാണ്. ഒരു കാര്യം എഴുതി വെച്ചോ, രാജാവ് വാൾ ഉയർത്തുമ്പോൾ സത്യം വെളിപ്പെടും. ഇന്ന് ദൈവം നിനക്ക് വേണ്ടി തന്റെ കൈ ഉയർത്താൻ പോകുകയാ. പ്രതീക്ഷിക്കാത്ത ചിലര് നിങ്ങളും ആരാധിച്ചേ പറ്റത്തുള്ളൂ, നിങ്ങളും ആരാധിച്ചേ പറ്റത്തുള്ളൂ. ആമേൻ. നീ ഒട്ടും ചിന്തിക്കാത്ത ആരൊക്കെയോ ഒന്ന് ആരാധിച്ച്, ഒട്ടും വിചാരിക്കാത്ത, നിനക്കൊട്ടും റീഡ് ചെയ്യാൻ കഴിയാത്ത ആരൊക്കെയോ നിനക്കെതിരെ ചലിക്കുന്നു. ഇന്ന് അതിനെ അഴിക്കാൻ, യേശുവേ എന്ന് വിളിച്ച് ആരാധിക്ക്. അതിനെ അഴിക്കാൻ ദൈവത്തിന്റെ കരം. അയ്യോ, ഇത് പോരാ. നാളെയല്ല ഇപ്പോൾ ചിലതിനെ ദൈവം അഴിക്കുകയാണ്. പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് വരുന്ന ചില പോരുകൾ. Thank you, Holy Spirit. ആരാ എൻ്റെ ശത്രു? എങ്ങനെ അറിയും? തൊട്ടപ്പുറത്തെ കട്ടിലേന്നാ വരുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അവരുടെ കൊച്ചു മരിച്ചതിനേക്കാൾ അപ്പുറത്തെ കട്ടിലെ കൊച്ചു മരിക്കാത്തതിൽ വേദനയുള്ള ആളുകളുണ്ട്. 11 വടി അഹരോന്റെ വടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ദൈവമേ ഞങ്ങൾ തളർത്തില്ലേലും നശിച്ചവൻ തളർക്കരുതേ. കണ്ടോ? പക്ഷെ എനിക്ക് ആ ദൂതിനകത്ത് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമുണ്ട്. 11 പേര് മുട്ടി നിന്ന് പ്രാഗിയാലും നിന്നെ തളർപ്പിക്കാൻ കരുത്തുള്ളൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഞാൻ ദൈവമക്കളോട് ഹൃദയത്തിന് അങ്ങ് അടിയെന്ന് പറയാം, നിന്നെ കെട്ടിപ്പിടിച്ച് പ്രാഗിയാലും ആമേൻ നിന്നെ തളർപ്പിക്കാൻ കഴിവുള്ള ഒരാൾ വേറെ ഉണ്ട്. ഒരു വാക്കൂടെ കയറ്റി പറഞ്ഞേക്കാം, അഹരോന്റെ വടിക്ക് വേരില്ല, അഹരോന്റെ വടിക്ക് ചോടില്ല, അഹരോന്റെ വടിക്ക് വെയിലില്ല, അഹരോന്റെ വടിക്ക് ആരും വെള്ളം ഒഴിച്ചില്ല. പ്രയർ സെന്റർ കമാൻഡ് ഒന്നുകൂടെ, അഹരോന്റെ വടിക്ക് വേരില്ല, അഹരോന്റെ വടിക്ക് ചോടില്ല, അഹരോന്റെ വടിക്ക് വെള്ളമില്ല, അഹരോന്റെ വടിക്ക് വെയിലില്ല, പക്ഷെ ഫലമുണ്ട്. ദൈവം തിരഞ്ഞെടുത്താൽ വേരില്ലെങ്കിലും നീ തളിർക്കും. അവിടെ മായ്ച്ചു കളയുക എന്ന വാക്കുണ്ട്. അവിടെ മൂലഭാഷ ഞാൻ കണ്ട വാക്ക് എക്സാലൈഫോ, അതാണ് അവിടെ കിടക്കുന്ന വാക്ക്. എക്സാലൈഫോ, നീ തന്നെ പറഞ്ഞാൽ മതി, ആയിക്കോട്ടെ. എക്സാലൈഫോ, ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പാടുപോലും കാണാതെ തുടച്ചു കളയുക എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ നിന്റെ പ്രശ്നത്തിൽ ദൈവം ഇടപെട്ടാൽ ആ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നെന്ന് നിനക്ക് പോലും കണ്ടുപിടിക്കാൻ പിന്നെ പറ്റുകയില്ല. യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ബൈബിൾ അടയ്ക്കുക. യോബ് 31:35. അയ്യോ, എൻ്റെ സങ്കടം കേൾക്കുന്നവനുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇതാ എൻ്റെ ഒപ്പ് സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. അടുത്ത വാക്യം,
അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ എന്നെ അയ്യോ എന്നൊക്കെ വെച്ച ആ വാക്കിനൊരു അന്തസ്സുണ്ട്. നല്ലതായിട്ട് അയ്യോ വെച്ചേ. അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ എന്റെ ഒപ്പ്, സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ ചേർന്ന് പറഞ്ഞേ. എന്റെ പ്ലീസ് എന്റെ ഇവിടെ ഉണ്ടല്ലോ, എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ. അപ്പൊ ഇയ്യോബിനെതിരെ എന്തുണ്ടായിരുന്നു? പറ. കാറ്റാഗ്രാഫൈൻ, അന്യായമായ രേഖ ഉണ്ടായിരുന്നു. ഇയ്യോബിനെതിരെ കാണാമറയത്ത് എവിടെയോ പിശാച് ഉണ്ടാക്കി വെച്ചൊരു രേഖയുണ്ടായിരുന്നു. ഞാൻ 4 കൂട്ടം കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോയി. ഇനി എനിക്ക് കൂടുതൽ വിശദീകരിക്കാൻ, നിങ്ങൾ നല്ല പ്രബുദ്ധരല്ലേ, നിങ്ങൾക്ക് അതൊക്കെ അറിയാമല്ലോ. ഇയ്യോബിനെതിരെ വന്ന അന്യായ രേഖ കൊണ്ട് ഇയ്യോബിന് സംഭവിച്ച ദോഷം 4 കൂട്ടം കാര്യം. 1, സാമ്പത്തിക തകർച്ച. 2, തലമുറകളുടെ തകർച്ച. 3, ഹെൽത്ത് പ്രോബ്ലം, ആരോഗ്യ പ്രശ്നം. 4, വീടിൻ്റെ അകത്തെ അസ്വാരസ്യങ്ങൾ. നിങ്ങൾ കേട്ടായിരുന്നോ? 1, ഫിനാൻഷ്യൽ ബ്രേക്ക് ഡൗൺസ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാജഗോകുല പാസ്റ്റർ ഉണ്ടല്ലോ, ഇവരൊക്കെ എത്രയോ ദീർഘവർഷങ്ങളായി വേദിയിൽ ജനത്തെ മുമ്പിൽ നിൽക്കുന്നവരാണ്. എനിക്ക് തോന്നുന്നു ഈ പെൻഡക്കോസ്റ്റിൽ സംഭവിച്ച ഏറ്റവും വലിയ അപജയങ്ങൾ, പ്രോസ്പെരിറ്റി തിയോളജി പറയരുതെന്ന് ആക്രോശിക്കുന്നവരുണ്ട് ധാരാളം. ഞാൻ പറയുന്ന പ്രോസ്പെരിറ്റി തിയോളജി അല്ല. നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ നടക്കില്ല. നമുക്ക് പൈസ ഉണ്ടാക്കാനേ അറിയത്തുള്ളൂ, ചെലവഴിക്കാൻ ഉണ്ടോ സമ്മതിക്കുകയല്ല. തിരുവല്ലാക്കാരല്ലേ, എങ്ങനെ സമ്മതിക്കാൻ? നോർമലി ഞാനും പോൾസനും കൂടെ നിൽക്കുന്നു. പോൾസന് 1 ലക്ഷം രൂപ സാലറി ഉണ്ട്. അന്നേരം അവൻ ചാടിക്കറി ആമയും പറഞ്ഞുണ്ടോ? ഹല്ലേലൂയ. എനിക്ക് 25,000 25,000 രൂപ സാലറി ഉണ്ട്. നിങ്ങൾ ശരിക്കും കേൾക്കുന്നുണ്ടോ? ഇത് ഒച്ചവെക്കാൻ പറ്റിയ ദൂത് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പം നോർമലി നിങ്ങളോട് ചോദിക്കുക, ഞങ്ങളിൽ ആരാണ് ബ്ലെസ്ഡ്, ആരാണ് അനുഗ്രഹിക്കപ്പെട്ടോ? അന്നേരം ഓടിച്ചെന്ന് ചോദിച്ചു, പോൾസൺ ബ്രദറിന് എത്രയുണ്ട് സാലറി? 1 lakh. സുഭാഷ് ബ്രദറിനോ 25,000. അതിനെന്നാ സംശയം എന്നാ? ഇയാളൊക്കെ 4 ഇരട്ടി പുള്ളിക്കാരനുണ്ടല്ലോ. അനുഗ്രഹിക്കപ്പെട്ടവൻ ആരാ? പോൾസനാണ്. പക്ഷേ അടുത്ത മാസം 5-ാം തീയതി ആകുമ്പോൾ പോൾസണിൽ 1 രൂപ പോലും ഇല്ല, എൻ്റെ 15,000 രൂപ മിച്ചമുണ്ട്. അപ്പൊ ബ്ലെസ്സിങ്സ് കണക്ക് കൂട്ടേണ്ടത് കിട്ടലിലല്ല, 1 മാസം കഴിഞ്ഞിട്ട് മിച്ചത്തിലാണ്. ഇത് വെച്ച് നോക്കിക്കുക, നിങ്ങൾ എത്ര പേര് ഫൈനാൻസിന്റെ തകർച്ചയിലാണ്? നിങ്ങളോട് ചോദിച്ചേ. നീ ഇപ്പോഴാണോ ആലോചിക്കുന്നത്? ഞാൻ ബ്ലെസ്സഡാണ്. ചെല്ലു പറയുന്നത് ഞാൻ ഭയങ്കര ബ്ലെസ്സഡാണ്. 1 ലക്ഷം രൂപ. അവൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം അവൻ്റെ വണ്ടിയുടെ 2 ടയർ പൊട്ടി, ഗിയർ ജാമായി, അമ്മാമ ഒന്ന് ഉരുണ്ട് വീണു. എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കാശൊന്നുമില്ല. പിന്നെ ഹെൽത്ത് പോളിസി ഉള്ളതുകൊണ്ട് ജീവനോട് വീട്ടിൽ വന്നെന്ന് വേണേൽ പറയാം. പക്ഷെ ഈ 25,000 ബാക്കി 15 മിച്ചം വന്നു. ഇയാൾ ഉരുണ്ട് വീണ വഴി കൂടെ തന്നെ അയാളും പോയത്. തിരുവല്ല റോഡിൽ ഇടിച്ച് മുടിഞ്ഞ വണ്ടിയുണ്ട്, ഇന്നും ഇടിക്കാതെ ഓടുന്ന വണ്ടിയുണ്ടല്ലോ. ഇത് രണ്ടും ഈ റോഡിലാണ്. ഞാൻ നിർത്തുക, ആരോട് പറയാൻ, മടുത്തു. അതുകൊണ്ട് എന്നിട്ട് ചുമ്മാ ആത്മാവിൽ ഇതൊന്നും ചെലവഴിക്കാൻ അറിയാമല്ലോ, ഇതുകൂടെ കൊണ്ട് മുടിച്ചേച്ച് പിന്നെ വന്നിരുന്ന ചേതകളുടെ ദേവദാസനെ കർത്താവിനെ സാമ്പത്തികമായിട്ട് ഒന്നരം പോയോ പാവം പുള്ളി പറയും, യേശുവിന്റെ നാമത്തിൽ ഇവരുടെ നന്മയെ വിഴുങ്ങുന്ന അന്ധകാര ശക്തി. അന്നേരം തമ്പുരാൻ പറയും, എടാ അന്ധകാര ശക്തി അവൾ തന്നെയാണ്. അയാൾ തന്നെ അത് വിഴുങ്ങി വെച്ചാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനത് വളരെ ഗൗരവമായി പഠിക്കുന്ന ഒരു ടോപ്പിക് ആയതാണ്. പക്ഷെ ഇന്ന് എനിക്ക് അത്രയും പറയാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പോകാം. ഈ കൊഴുത്ത പശു കയറി വന്ന അതേ സമുദ്രത്തിൽ നിന്ന് മെലിഞ്ഞതും കയറി വന്നത് ഓർക്കുന്നുണ്ടോ? അപ്പൊ എവിടുന്നാണോ നന്മ വരുന്നത്, അതിരിക്കുന്ന അതേ നദിയിൽ മെലിഞ്ഞതും കൂടെ ഉണ്ടെന്ന് ഓർത്തോണം. അടുത്ത കാര്യം, ഈ മെലിഞ്ഞതിന്റെ ഒട്ടിയ വയറിന് കൊഴുത്തതിനെ വിഴുങ്ങാനുള്ള ഇടയുണ്ടെന്ന് ഓർത്തോണം. വായിച്ചിട്ടില്ല, ഉണങ്ങി ആമയും കേൾക്കുമ്പോഴേ എനിക്കറിയാം. ആ കൊഴുത്തതിനെ വിഴുങ്ങുന്ന വയറ് മെലിഞ്ഞതിനുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിന്റെ സാമ്പത്തിക മണ്ഡലത്തിനെതിരെ ഒരു രേഖ കിടപ്പുണ്ട്. ഈ ഉപവാസം, നിങ്ങൾ എന്നെ ആരെന്നാ വിമർശിച്ചാലും ഞാൻ പ്രോസ്പെരിറ്റി അല്ല പറഞ്ഞത്, സത്യം അല്ല. ദൈവം നിനക്ക് തരുന്ന നന്മകളെ പിശാച് കവരാൻ നീ അനുവദിക്കരുത്. അത്ര പറഞ്ഞോളൂ. നിന്റെ തലമുറ അനുഭവിക്കേണ്ടത് ആശുപത്രി തിന്നരുത്.
ഓ ശരബകന, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, അവൻ പണ്ട് ദൈവദാസന്മാർ പ്രവചിച്ചതാ. ഇന്ന് അമേരിക്കയിലെ ഡോളറിന് വിലയുണ്ടെങ്കിൽ നാളെ അമേരിക്കയിലെ സുവിശേഷ പ്രവർത്തനത്തെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാൻ പോയാ. അടുത്ത കാര്യം തലമുറകൾക്കെതിരെയുള്ള വെല്ലുവിളികൾ. ഞാൻ എന്നാ വിചാരിക്കാനാ? മൂന്നാമത്തത് ദേഹത്തിലെ അസ്വാസ്ഥ്യങ്ങൾ, പരും പുണ്ണും, ശരീരത്തിന് സ്വസ്ഥതയില്ല. തിങ്കളാഴ്ച തലവേദനയാണെങ്കിൽ ചൊവ്വാഴ്ച പുറം വേദന, ബുധനാഴ്ച മുട്ടുവേദന, വ്യാഴാഴ്ച നഖം പറഞ്ഞു, അടി തൊട്ട് മുട്ടി വരെ ഒരു സുഖമില്ലെന്ന് വായിച്ചിട്ടില്ലേ? ഞാൻ ദൈവമക്കളോട് ഒരു സ്നേഹത്തോടെ വാക്ക് പറയാം. സമയം വരട്ടെന്ന്. എൻ്റെ ബൈബിളിനകത്ത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കർത്തൃമേശ നടത്തുന്ന ഒരു ഉപദേശിയാണ്. ഞാൻ ഏറ്റവും ആഴമായിട്ട് പറയുന്നൊരു വാക്കുണ്ട്. ദേവദാസന്മാരെ നമ്മൾ എടുത്തു പറയുന്നതല്ലേ, അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപത്രം കുടിക്കുകയോ ചെയ്താൽ അവൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് നിങ്ങൾ കുറ്റക്കാരാകും എന്ന് പറഞ്ഞ അടുത്ത വാക്ക്, ചിലർ രോഗികളാകും, ചിലർ ബലഹീനരാകും, ചിലർ നിദ്ര കൊള്ളും. അങ്ങനെയല്ലേ? ചത്തുപോകുന്നതായിരിക്കും എൻ്റെ മലയാളം. അല്ലേ? ചിലർ ബലഹീനരാകും, ഒന്ന് സഹായിക്കുന്ന നിർത്താൻ പോവുക. ബലഹീനത, രോഗം, നിദ്ര. എന്നിട്ട് അതിൻ്റെ മേളിൽ എഴുതി വെച്ചു അയോഗ്യമായി. അങ്ങനെയാണ് എൻ്റെ ചോദ്യം. അപ്പോൾ യോഗ്യമായിട്ട് തിന്നാലോ? ഒന്ന്, ബലഹീനത മാറണം. രണ്ട്, മരണം മാറണം. ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത കർത്തൃമേശ ഈ സഭയിൽ നടക്കുമ്പോൾ പിശാച് എഴുതി വെച്ച ചില മരണരേഖകൾ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. കൈയൊന്ന് ഉയർത്തിക്കൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നാലാമത്തെ കാര്യം, വീടിനകത്തെ അസ്വാരസ്യം. ഞായറാഴ്ച ആരാധനയുണ്ട്, പക്ഷെ ഒരു കാര്യമില്ലാതെ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചുമ്മാ വർത്താനം പറഞ്ഞിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രത അങ്ങ് നശിപ്പിച്ച്, എന്നിട്ട് യോഗത്തിന് വന്നു വെച്ച് ആ കലിപ്പിൽ ഇങ്ങനെ ഒരൊറ്റ ഇരിപ്പ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് എക്സൈൽ ലൈഫ് പോകുന്നു. കലി കയറിയിരിക്കുന്നവർക്ക് എന്നാ എക്സൈൽ ലൈഫ്? 4 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. സ്റ്റാൻഡ് ടുഗദർ. ഒന്ന്, ഫൈനാൻഷ്യൽ പ്രോബ്ലം, രേഖയുണ്ടായാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. 2, തലമുറകൾക്കെതിരെയുള്ള വെല്ലുവിളി. 3, ആരോഗ്യ പ്രശ്നം. 4, വീടിനകത്തെ ഡിവൈൻ പീസ്, ദൈവിക സ്വസ്ഥതകൾ തകരുന്ന ഗതികേട്. എൻ്റെ ദൈവമക്കളെ, ഞാൻ കണ്ണടച്ചു പിടിച്ചുണ്ടാക്കിയൊരു പ്രവചനമല്ല പറഞ്ഞത്. ഈ പുസ്തകത്തിലെ മാറാത്ത ദൂതാ ഞാൻ പറഞ്ഞത്. ഇന്ന് പകൽ എൻ്റെ ഈ 4 വിഷയത്തെ കർത്താവ് തൊട്ടുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എല്ലാവരും പ്രാർത്ഥിക്കാമോ പ്ലീസ്? എല്ലാവരും പ്രാർത്ഥിക്കാം. നിങ്ങളൊന്ന് വിശ്വസിച്ച് ഇന്ന് എന്റെ സാമ്പത്തിക മണ്ഡലത്തെ യേശു തൊടും. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനുമുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനുരക്ഷ. ഒന്ന് വിശ്വസിച്ച് ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറയാം. വലത്തെ കൈ ഒന്ന് ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ച് ഹെവൻലി പ്രോജക്റ്റുകളുണ്ട് പാസ്, പക്ഷെ ചെയ്യാൻ കാശ് കയ്യിലില്ല. ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്, പക്ഷെ കൈക്കകത്ത് കാശില്ല. ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ കയ്യിൽ പണമില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ തലമുറകൾക്ക് വാഗ്ദത്തമുണ്ട്, പക്ഷെ ആ കരമൊന്ന് തട്ടിയൊന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കേ. ഇന്ന് പല ദൈവത്തിന്റെ കരമില്ല ചലിക്കുന്നു. ഇപ്പോ യേശുവിൻ നാമം പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ ജീവമുദ്ര. യേശുവിൻ നാമം പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനുമുദ്ര. മറന്നു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറന്നു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനുമുദ്ര. യേശുവിൻ നാമം പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനുമുദ്ര. രോഗഭയം
യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ രോഗഭയം മരണഭയം. യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ആനന്ദമൊന്നും ഭാവിക്കയില്ല, പാതയൊന്നും വീടിനടുക്കയില്ല. ആനന്ദമൊന്നും ഭാവിക്കയില്ല, പാതയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരിയിൽ കരുതലുണ്ട്. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരിയിൽ കരുതലുണ്ട്. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിயின் പേരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിயின் പേരുകളെ. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ആനന്ദമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. ആനന്ദമൊന്നും ഭാവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരിയിൽ കരുതലുണ്ട്. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരിയിൽ കരുതലുണ്ട്. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിயின் പേരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിயின் പേരുകളെ. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമേ പ്രാണനുരക്ഷ. കുഞ്ഞാടിൻ രക്തം